യേശുവിന് എന്നെ അറിയാവോ? ഇല്ലെങ്കിലോ? എവിടെ ഇതൊക്കെ ഇങ്ങനെ പാളുന്നത്? ഈ പറഞ്ഞ കാര്യത്തിനകത്തല്ല. ഒരാളിങ്ങനെ യേശുവിന് വേണ്ടി ജീവിക്കുന്നു, യേശുവിന് വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ പറയുന്നതിനകത്ത് ഇപ്പം എന്താ കുഴപ്പം? ഗാന്ധിയുടെയൊക്കെ ജീവിതത്തെ മാറ്റിമറിച്ച ഒറ്റ വാക്കാണ്, ഔന്നത്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആത്മാർപ്പണം ചെയ്യുക. അങ്ങനെയെങ്കിൽ തൽക്കാലം ഈ ഭൂമിയിൽ യേശുവിനുള്ള ഔന്നത്യമുള്ളൊരു കാരണമില്ല. അപ്പം അതുമായിട്ട് അടുത്തോ അകന്നോ ഒക്കെ ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഇത്തിരി ഹുങ്ക് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ പ്രശ്നം എന്താണ്? നമ്മൾ പറയുന്നതല്ല. ഇപ്പം എൻ്റെ തൊട്ടുമുമ്പിൽ തന്നെ ഒരു 10-100 പേരിങ്ങനെ നോക്കിയിരിപ്പുണ്ട് എന്നെ ശ്രദ്ധയോടുകൂടി. നിങ്ങൾ കൈവശ ഒരു നോട്ട് പുസ്തകത്തിൽ കൊള്ളാമെന്ന് എഴുതുകയാണെങ്കിൽ അതിനെല്ലായിടത്തും കൊള്ളാമെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. പക്ഷെ കൊള്ളാമെന്ന് പറയുമ്പോൾ 100 പേർക്ക് 100 അർത്ഥമാണ് അല്ലേ? കഠിന നിരാശയിലൊക്കെ മനുഷ്യർ പറയുന്ന വാക്കാണ് എന്താ? കൊള്ളാം. നമ്മളിതിനെ വിളിക്കുന്ന വാക്ക് ശരീരഭാഷ എന്നാണ്. ഈ പറഞ്ഞതിൻ്റെ പ്രശ്നമല്ല, ഈ പറഞ്ഞതിൻ്റെ ശരീരഭാഷയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്. ശരീരം കൊണ്ട് മാത്രം നമുക്ക് ആരെയും കളിപ്പിക്കാൻ പറ്റത്തില്ല. ദുഃഖമില്ലെന്ന് നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾ കൂനിപ്പിടിച്ചിരിക്കുന്ന രീതിക്കകത്ത് ദുഃഖമുണ്ട്. ക്ഷോഭമില്ലെന്ന് പറയുമ്പോഴും ശരീരം പറയുന്നുണ്ട് അങ്ങനെയല്ല. ബോഡി ക്യാൻ നൗ ബിട്രേ. ശരീരം കൊണ്ട് നമുക്ക് ആരെയും കളിപ്പിക്കാൻ പറ്റത്തില്ല. നമുക്ക് ശരീരഭാഷയുള്ളത് പോലെ വേദപുസ്തകത്തിനൊരു ശരീരഭാഷയുണ്ട്. വേദപുസ്തകത്തിൻ്റെ ശരീരഭാഷയെ നമ്മൾ വിളിക്കുന്ന വാക്ക് ടെക്സ്റ്റർ എന്നാണ്. ടെക്സ്റ്റാസ് ടെക്സ്റ്റർ. എന്നെ അലട്ടുന്ന ഈ ഒരു സുവിശേഷ ഭാഗത്തിൻ്റെ ശരീരഭാഷയുടെ അപാകതകൾ എന്തെന്ന് വളരെ വേഗത്തിലൊന്ന് കണ്ടിട്ട് നമുക്ക് ആദ്യത്തെ യൂണിറ്റ് അവസാനിപ്പിക്കാൻ കരുതുക. ഒരു 5 തെറ്റിദ്ധാരണയാണ്. ഒന്ന്, നമ്മൾ ചെയ്യുന്നതാണ് നമ്മളെന്ന് തെറ്റിദ്ധാരണ. എന്താ നിൻ്റെ ആത്മീയം എന്ന് പറയുമ്പോൾ ഒരാൾ പറയുന്നു വെളുപ്പിനെ എഴുന്നേൽക്കുന്നുണ്ട്, വേദപുസ്തകം വായിക്കുന്നുണ്ട്, കർണക്കൊന്ത ചൊല്ലുന്നുണ്ട്, കൃത്യമായിട്ടെന്നും പള്ളിയിൽ പോകുന്നുണ്ട്, നോമ്പ് നോക്കുന്നുണ്ട്, കുറച്ച് വിൻസെൻ്റ് പീപ്പിൾ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് കമ്പാഷൻ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളുടെ പട്ടിക അതും കൂടി ചേർന്നിട്ടൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷെ ശരിക്കും അത് തന്നെയാണോ ഈ ആത്മീയം എന്ന് പറയുന്നത്? അല്ലെന്ന് പിടുത്തം കിട്ടാനായിട്ട് ഒരു കുഞ്ഞു കാര്യം ഓർത്താൽ മതി. ഇപ്പം അമ്മയെക്കുറിച്ചൊരു 10 വാക്ക് എഴുതാനായിട്ട് നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ഏറ്റവും എളുപ്പത്തിൽ എഴുതി തീർക്കാൻ പോകുന്ന ഈ ചെറിയ മക്കളാണ്. കാരണം അവരുടെ മക്കൾ യങ്ങായിരിക്കും, ചെറുപ്പമായിരിക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അമ്മ ചെയ്യുന്ന 10 ക്രിയകൾ ചെയ്താൽ മാത്രം, എഴുതി വെച്ചാൽ മാത്രമേ. നമ്മൾ വെളുപ്പിനെ എഴുന്നേൽക്കുന്നുണ്ട്, ഞങ്ങൾ വിളിച്ചുണർത്തുന്നുണ്ട്, കാപ്പി തിളപ്പിച്ച് തരുന്നുണ്ട്, സ്കൂളിലേക്ക് ടിഫിൻ തന്നു വിടുന്നുണ്ട്, ഇങ്ങനെ 10 ക്രിയകൾ മക്കൾക്ക് എഴുതാൻ പറ്റും. പക്ഷെ ഈ കൂടുതൽ ഭൂരിഭാഗം പേരും 50 വയസ്സിനോട് അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ളവരാണ്. അവരവരുടെ അമ്മയെക്കുറിച്ച് എന്നാ എഴുതും? അമ്മ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. ഇപ്പം എൻ്റെ കാര്യത്തിൽ അമ്മ മരിച്ചുപോയി. പക്ഷെ മരിക്കുന്നതിന് 10 വർഷം മുമ്പ് തൊട്ട് അമ്മ ഇങ്ങനെ കിടപ്പിലായിരുന്നു. അമ്മ വീടിനകത്തൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്നിട്ടോ ഒരു ദിവസം ഒന്നും ചെയ്യാത്ത ഈ അമ്മ അങ്ങ് മരിച്ചുപോയി. പെട്ടെന്ന് ആ വീടിനകത്തേക്ക് എന്തൊരു ഇരുട്ടാ വന്ന് വീണത്. നമുക്ക് ആ വീടിൻ്റെ മുറ്റത്തുകൂടി പോകാനായിട്ട് പേടിയുണ്ട്. ഇങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ പുല്ലും മൂടി കിടക്കുകയാണ്. അമ്മയെന്നൊരു കാരണം കൊണ്ടായിരുന്നു ആ വീട്ടിലേക്കുള്ള വഴി ഇങ്ങനെ സജീവമായത്. അമ്മയില്ല. എങ്ങനത്തെ അമ്മ? ഒരു കാപ്പി പോലും തിളപ്പിച്ച് തരാൻ പറ്റാത്ത അമ്മ. ശരിക്കും അമ്മ എന്താണ്? അമ്മ ചെയ്യുന്ന കാര്യങ്ങളല്ല. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളല്ല. നേരത്തെ പിടുത്തം കിട്ടിയവർ ഭാഗ്യവാന്മാർ. ഇല്ലെങ്കിൽ ആരോഗ്യം ക്ഷയിക്കുമ്പോൾ, ജോലി തീരുമ്പോൾ, അഴക് മങ്ങുമ്പോൾ, വാർദ്ധക്യം വരുമ്പോൾ, സ്ട്രോക്ക് സംഭവിക്കുമ്പോൾ ഒക്കെ നിങ്ങൾ തകർന്നു പോകും. ഒന്നാം പാഠം ഇത്രയേ ഉള്ളൂ.
നിങ്ങൾ ചെയ്യുന്നതല്ല നിങ്ങൾ. അതുകൊണ്ടാണ് ഒത്തിരി ചെയ്തുകൊണ്ടിരുന്നൊരു സ്ത്രീയോട് യേശു പറഞ്ഞു, മാർത്ത മാർത്ത, നീ വെറുതെ ഇരിക്കാൻ പഠിക്കും, വെറുതെ ഇരിക്കാൻ പഠിക്കും. ജീവിതം ഇത്രയും ക്രിയകൾ അർഹിക്കുന്നില്ല. എന്നിട്ട് കാൽപാദത്തിൽ ഇങ്ങനെ കണ്ടുപൂട്ടിയിരുന്ന സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അവൾ ജീവന്റെ നല്ലംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇപ്പം എന്താ ഈ ജീവന്റെ നല്ലംശം? ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതാണോ അതോ കണ്ണുപൂട്ടിയിരിക്കുന്നതാണോ? മാർത്ത മാർത്ത. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ നമ്മുടെ ഗുരുവിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇങ്ങനെ പേര് റിപ്പീറ്റ് ചെയ്യും. ശമയോനെ ശമയോനെ, സാവൂൾ സാവൂൾ, പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, ജെറൂസലേം ജെറൂസലേം. അങ്ങനെ പേര് ആവർത്തിച്ച് പറയുന്ന 4 വചസ്സുകളിലൊന്നാണ് എന്താ? മാർത്ത മാർത്ത. ഓരോരുത്തർ അവരവരുടെ ബൈബിളിൽ ആ മാർത്ത മാർത്ത ഇങ്ങനെ പെൻസിൽ കൊണ്ട് വെട്ടിയിട്ട് സ്വന്തം പേരെഴുതി വെക്കണം. ഹരി ഹരി, മറിയ മറിയ, നിഷ നിഷ. ഈ വെറുതെ ഇരിക്കാൻ പഠിക്കും. ഇതിൻ്റെയും നല്ല ഭാഗം ഈ വെറുതെ ഇരിക്കുന്നതാണ്. ഇപ്പം ദാമ്പത്യത്തിൻ്റെയൊക്കെ നല്ല ഭാഗം എന്താണ്? പരമാവധി വെറുതെ കൂടെ ഇരിക്കുക. പാരൻറ്റിങ്ങിൻ്റെ, കുട്ടികളെ വളർത്തുന്ന നല്ല ഭാഗം എന്താണ്? പരമാവധി കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കുക. അത്രയൊക്കെ ഉള്ളു ഈ പറയുന്നത്. അതുപോലെ ആത്മീയത്തിൻ്റെ നല്ല ഭാഗം എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ കണ്ണുപൂട്ടിയിരിക്കുക എന്നുള്ള ഒന്നതാണ്. 2, ഈ ചെയ്യാതെയും ജീവിക്കാൻ പറ്റത്തില്ല, ചെയ്തേ പറ്റൂ. അല്ലാതെ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്? അപ്പോൾ രണ്ടാമത്തതിൻ്റെ പ്രശ്നം, ഈ ചെയ്യുന്നതിനകത്തൊരു സ്നേഹമുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സുവിശേഷ ഭാഗത്തിൻ്റെ ശരീരഭാഷയെ നമ്മളൊന്ന് നോക്കേണ്ട. ബോഡി ലാംഗ്വേജ്. എപ്പോഴാണ് മനുഷ്യർ പട്ടിക പറയുന്നത്? സ്നേഹം കുറയുമ്പോഴാണ്. ഒരു വീടിനകത്ത് ഒരു ആൾ പറയുന്നു, എന്തുമാത്രം കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്, എന്തുമാത്രം പട്ടിണി കിടന്നിട്ടുണ്ട്, എന്തുമാത്രം അലഞ്ഞിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ ഞാനിവിടെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പട്ടിക പറയുമ്പോൾ നമുക്ക് പേടി വരും. അല്ല, സ്നേഹം കുറയുകയാണോ? കാരണം സ്നേഹത്തിൽ മനുഷ്യരിങ്ങനെ പട്ടികയൊന്നും പറയാറില്ല. 2താണ്, ഈ ചെയ്യുന്നതിനകത്തൊക്കെ ഒരു സ്നേഹമുണ്ടോ? ലോകത്തെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പിടുത്തം കിട്ടാവുന്ന കാര്യം സ്നേഹക്കുറവാണ്. എൻ്റെ ഈ സംഭാഷണം ഇപ്പോൾ തുടങ്ങിയിട്ടൊരു 5 മിനിറ്റ് കഴിയുന്നു, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് എടുക്കുന്നു. ഇതിനകം നിങ്ങൾക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ടാവും ഇത് പറയുന്ന ആൾക്ക് ആരെക്കുറിച്ചാണോ പറയുന്നത് അയാളുടെ സ്നേഹമുണ്ടോ ഇല്ലയെന്ന്. ഈ വോയിസ് മോഡുലേഷൻ പോലും ചിലപ്പോൾ അതിനെ നിശ്ചയിക്കുന്നുണ്ടാവും. നമുക്ക് പെട്ടെന്ന് കിട്ടുന്നൊരു തോന്നലാണ് ഈ സ്നേഹമുണ്ടോ സ്നേഹമില്ലയോ. ഓട്ടിസം ഉള്ള കുറച്ച് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരിടത്തിൽ ഞാൻ വല്ലപ്പോഴും പോകാറുണ്ട്. നമ്മുടെ ഏറ്റവും ചെറിയ ഭാവവ്യത്യാസങ്ങൾ പോലും തിരിച്ചറിയുന്ന ഈ കുഞ്ഞുങ്ങളാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്നേഹക്കുറവുള്ളൊരു ദിവസമാണെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ അടുത്ത് വരത്തില്ല. 2 ചെയ്യുന്ന കാര്യങ്ങൾക്കകത്ത് സ്നേഹമുണ്ടോ? അതുകൊണ്ടാണ് ശിമയോൻ്റെ വിരുന്നുമേശയിലിരിക്കുമ്പോൾ യേശു ഹാപ്പി അല്ല. അപ്പം അവിടേക്ക് വരാൻ പാടില്ലാത്ത, അനുവാദമില്ലാത്ത, ക്ഷണമില്ലാത്തൊരു സ്ത്രീ അപ്പോൾ തോന്നിയൊരു ഇച്ഛാശക്തി കയറി വന്നു. എന്നിട്ട് അവൻ്റെ കാൽച്ചുവടിലിരുന്നു. ഇടറിപ്പോയൊരു സ്ത്രീയാണ്. അതുകൊണ്ട് ഇന്നോളം കണ്ടുള്ളതൊക്കെ ഇടറിയ മനുഷ്യരുടെ കാൽപാദങ്ങളാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇടറാത്തൊരു മനുഷ്യൻ്റെ കാൽപാദം കണ്ടപ്പോൾ കരയണം തോന്നി. വല്യവായി നിലവിളിച്ചു. കണ്ണീര് കൊണ്ട് പാദം കഴുകി, തലമുടി കൊണ്ട് തുടച്ചു, തെരുതരാ ചുംബിച്ചുകൊണ്ടേയിരുന്നു. അവൻ്റെ ആതിഥേയം മനസ്സിൽ വിചാരിച്ചു, ഏതൊരു സ്ത്രീയാണ് ഇവനെ തൊടുന്നവനറിയാവോ? യേശുവിന് ആകപ്പാട് അറിയാവുന്ന കാര്യങ്ങൾ, ഈ ഉള്ളിലൂടെ പോകുന്ന കാര്യങ്ങൾ വായിച്ചെടുക്കുകയാണ്. അവിടുന്ന് വായിച്ചെടുത്തു. ശിമയോനെ നോക്കണം, അവൾ എത്രയാണ് സ്നേഹിക്കുന്നത്. അതിനർത്ഥം എന്താണ്? ഇപ്പോൾ നീ ഏർപ്പെടുന്ന കാര്യത്തിനകത്ത് സ്നേഹമില്ല. നമ്മൾ ഏർപ്പെടുന്ന കാര്യങ്ങൾക്കകത്ത് സ്നേഹമുണ്ടോ? ഇപ്പോൾ കുർബാന വിളമ്പുന്ന പുരോഹിതൻ, ഞാൻ എൻ്റെ തന്നെ കോണ്ടസ്റ്റ് ആലോചിക്കുകയാണ്.
ചിലപ്പോൾ അതൊരു രീതി കണക്കോ ശീലം കണക്കോ എല്ലാ ദിവസവും ചെയ്യുന്നൊരു കാര്യം, ഏർപ്പെടുന്നൊരു കാര്യമായതുകൊണ്ട് എപ്പോഴും അതിനകത്ത് ഒരു ഏകാഗ്രത ഉണ്ടാവണമെന്നില്ല. പക്ഷെ അത് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ കണ്ണ് നിറഞ്ഞൊഴുകുമ്പോൾ എൻ്റെ മീതെ അവിടുത്തെ കരങ്ങൾ വന്ന് തൊടും. എന്നിട്ട് പറയും, നോക്ക് അവരെത്രയാ സ്നേഹിക്കുന്നത്, നോക്ക് അവരെത്രയാ സ്നേഹിക്കുന്നത്. രണ്ടതാണ്, ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു സ്നേഹമുണ്ടോ. 3, ഇങ്ങനെ ശക്തമായ അഹം. ഞാൻ അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും മോശപ്പെട്ട വാക്കാണ് ഈ ഞാനെന്ന് പറയുന്നൊരു വാക്ക്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അവിടുന്നുമായി പറ്റി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം പുറത്ത് കിടക്കേണ്ടത് ആ വാക്കിനകത്തു നിന്നാണ്. ഞാൻ അഹങ്കാരമല്ല. അഹങ്കാരം ഒന്നും ഒരാൾക്കും ഇപ്പം ഇല്ല, എങ്ങുമില്ല അഹങ്കാരം. പക്ഷെ ശക്തമായ അഹമുണ്ട്. അതിനകത്തുനിന്ന് പുറത്ത് കിടക്കാനുള്ള ക്ഷണമാണ് 3ാമത്തത്. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആശിക്കുന്നുണ്ടെങ്കിൽ അടുത്ത വരി എന്താണ്? അവൻ തന്നെ ഉപേക്ഷിക്കട്ടെ. ഏറ്റവും അടുത്ത ദിവസം നിങ്ങൾ എപ്പോഴാണ് നിങ്ങളെ തന്നെ ഉപേക്ഷിച്ചത്? ഒരു തർക്കത്തിനകത്ത്, വീട്ടിനകത്തൊരു തർക്കത്തിനകത്ത് പോലും എപ്പോഴാണ് നിങ്ങൾ നിശബ്ദത പാലിച്ചത്? എളുപ്പമല്ല ഇങ്ങനെ അവനവനെ തന്നെ ഉപേക്ഷിക്കുക എന്നുള്ളത്. നമ്മളിപ്പോഴും പറയുന്നത് ഈ പുറത്തുള്ള ചില കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ വേണ്ടിയാണ്. പത്രോസ് ഇങ്ങനെ വല ഉപേക്ഷിച്ചു, സക്കേവൂസ് ചുങ്കപ്പുര ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ മത്തായി ചുങ്കപ്പുര ഉപേക്ഷിച്ചു, സക്കേവൂസും തന്റെ ധനം ഉപേക്ഷിച്ചു. ഒന്നും അവിടെ നിന്ന് പറഞ്ഞില്ല, നിന്നെ ഉപേക്ഷിക്കുക. കുറച്ചുകൂടി നമുക്ക് നമ്മളെയൊക്കെ ഉപേക്ഷിക്കാനായിട്ട് പറ്റിയിരുന്നെങ്കിൽ എന്തുമാത്രം ഭംഗിയുള്ളൊരു ജീവിതം ഉണ്ടായേനെ. ഒരു കുഞ്ഞുദാഹരണത്തിനായിട്ട് ഒരു സോറി പോലും ചിലപ്പോൾ നമുക്ക് പറയാനായിട്ട് ചിലപ്പോൾ പറ്റത്തില്ല. ലോകത്തെ ഏറ്റവും അത്ഭുതം തരുന്ന വാക്ക് ഈ സോറി എന്ന് പറയുന്നൊരു വാക്കാണ്. എന്നിട്ട് അതുപോലും പറയാനായിട്ട് ചിലപ്പോൾ നമുക്ക് ഇത്രയും ധൈര്യമില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ചിലപ്പോൾ നേരാമണ്ണൊരു സോറി പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ രണ്ടിടത്തായിട്ട് ഉറങ്ങേണ്ടി വന്നിരുന്ന ചില കുഞ്ഞുങ്ങളൊക്കെ ഈ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ നടുവിൽ കിടന്നുറങ്ങിയേനെ. 3 ഇങ്ങനെയാണ്. ഇങ്ങനെ അവനവൻ എന്ന് പറഞ്ഞ സംഭവം കിടപ്പുണ്ട്. 4 ഒക്കെ ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണല്ലോ തെറ്റിദ്ധാരണ. ഞാൻ അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെയൊക്കെ ഗുണം ആർക്കോ ലഭിച്ചിട്ടുണ്ട്. അതെ ആട്ടെ, മറ്റുള്ളവർക്ക് ഗുണപ്രദമായ ജീവിതം നിനക്കെന്ത് ഗുണം ചെയ്തിട്ടുണ്ട്? 4ാമത്തത്. കഴിഞ്ഞൊരു 30 വർഷമായിട്ട് ഞാനിങ്ങനെ ഏതെങ്കിലുമൊക്കെ ഇടങ്ങളിൽ നിന്ന് സന്ധികളിൽ ഇങ്ങനെ സുവിശേഷം പറയുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം വരണ്ടേ? സുവിശേഷം പറയുന്ന ഒരാളല്ലേ. നിങ്ങളേർപ്പെടുന്ന കാര്യത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങളെ സഹായിക്കാത്തത്? പാട്ടുപാടുന്ന ഈ കുഞ്ഞുമക്കളൊക്കെ മുതിരുമ്പോൾ ഇങ്ങനെ അപസ്വതകളില്ലാതെ ജീവിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? താളപ്പിഴകളൊന്നുമില്ലാതെ കൃഷി ചെയ്യുന്നൊരു മനുഷ്യൻ ഒരു 19 വയസ്സൊക്കെ ആകുമ്പോൾ ജൈവ മനുഷ്യനാവത്തില്ലേ? നിങ്ങളൊരു അധ്യാപികയായിട്ട് സ്കൂളിൽ ജോലി ചെയ്ത് തുടങ്ങുമ്പോൾ റിട്ടയർ ചെയ്യുമ്പോൾ ആചാര്യയാവണ്ടേ? നമ്മളേർപ്പെടുന്ന കാര്യത്തിൽ എന്തുകൊണ്ടാണ് നമ്മളെ സഹായിക്കാത്തത്? അതാണ് 4ാമത്തത്. ഇങ്ങനെ അവനവനെ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. ഈ ദേശത്തിൻ്റെ ഗുരു എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നത് നാരായണ ഗുരുദേവനാണ്, ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠ എന്ന് പറയുന്ന, അവസാനത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്ന കണ്ണാടി പ്രതിഷ്ഠയാണ്. എന്താ കണ്ണാടി എന്ന് പറയുന്നത്? വെളുപ്പിനെ കുളിച്ചു തൊഴുതു വരുന്നൊരു ഭക്തൻ ഈ വിളക്കുകൾക്കിടയിലൂടെ ശ്രീകോവിലേക്ക് നോക്കുമ്പോൾ ഒരു ചെറിയ കണ്ണാടിച്ചില്ലുണ്ട്. അതിനകത്ത് തൻ്റെ തന്നെ ഭാഗികമായ രൂപം കാണുന്നു. അതിനെ നോക്കി നിങ്ങൾക്ക് നമസ്കരിക്കാൻ പറ്റുമോ? ക്യാൻ യു അപ്രിഷ്യേറ്റ് യുവർ സെൽഫ് ഇമേജ്? നിങ്ങൾക്ക് നിങ്ങളെ നമസ്കരിക്കാൻ പറ്റുമോ? യേശു നല്ല ഒരു ബുദ്ധിയുള്ള ഒരാളായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അവിടെ സ്നേഹിക്കുമ്പോൾ പറഞ്ഞെങ്ങനെയാണ്? നീ നിന്നെ സ്നേഹിച്ചതുപോലെ. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ 100 പേരെയും ചലഞ്ച് ചെയ്യുകയാണ്. സ്വയം സ്നേഹിച്ചു എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര പേര് ഈ കൂട്ടത്തിലുണ്ട്? കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിച്ചു, കുടുംബത്തിന് വേണ്ടി ജീവിച്ചു എന്നൊക്കെ പറയുന്നതിനിടയിൽ നിങ്ങൾ എപ്പോഴാണ് നിങ്ങളെ സ്നേഹിച്ചത്?
അപ്പോൾ നാലതാണ് ഇങ്ങനെ ഈ അവനവനോട് കുറച്ചുകൂടിയൊക്കെ ഒരു ശ്രദ്ധയും സ്നേഹവും സൗഹൃദവും കൊടുത്താൽ നല്ലതായിരിക്കും. അവനവന് ചില സമയമൊക്കെ ഒന്ന് കണ്ടെത്തിയാൽ നല്ലതായിരിക്കും. ഉത്തമഗീതത്തിനകത്തൊരു വരി കിടപ്പുണ്ട്, ഈ മറ്റുള്ളവരുടെ മുന്തിരിത്തോപ്പുകൾക്ക് കാവൽ നിന്നിട്ട് ഞാൻ എൻ്റെ മുന്തിരിത്തോപ്പ് മറന്നുപോയി. 5 ഇല്ലാതെ പോകുന്ന നീതിബോധം. ആ ഭാഗം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: അനീതി പ്രവർത്തിക്കുന്നവരെ എല്ലാം നകന്നു പോവുക. വേദപുസ്തകത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന മൂല്യം എന്ന് പറയുന്നത് നീതിബോധമാണ്. ഔസേപ്പിനെ കുറിച്ച് നമ്മൾ എന്താ പറയുന്നത്? അയാൾ നീതിമാനായിരുന്നു. ഒറ്റ വാക്ക് മതി. കരുണ സ്നേഹമൊക്കെ പറയാനായിട്ട് അവിടെ നിൽക്കട്ടെ. നമ്മൾ നീതിയുള്ള മനുഷ്യരാണോ? വേദപുസ്തകത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ എന്ന് പറയുന്നത് നീതിയാണ്. അഷ്ടഭാഗ്യം നമുക്കറിയാം, അങ്ങനെയല്ലേ? നിങ്ങൾ അനുഗ്രഹീതർ നിങ്ങൾ 8 പ്രാവശ്യം പറയുന്ന സംഭവമാണ് നമ്മുടെ ഈ അഷ്ടഭാഗ്യം എന്ന് പറയുന്നത്. ഈ അഷ്ടഭാഗ്യം എന്ന് പറയുന്ന ഒരു ദിവസം യേശു വന്നിട്ട് ഇങ്ങനെ 8 കാര്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞെന്നുള്ളതല്ല. ഒരായുസ്സിൽ യേശു പറയാൻ ശ്രമിച്ച കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് ഇങ്ങനെ വാറ്റിയെടുത്താണ് അഷ്ടഭാഗ്യം. ഈ പുൽത്തൈലമൊക്കെ വാറ്റുന്ന കണക്ക് എത്ര കെട്ട് പുല്ലിട്ട് വാറ്റിയാലാണ് ഒരിത്തിരി സുഗന്ധം കിട്ടുന്നത്. അപ്പം അങ്ങനെ വാറ്റിയെടുത്തതിൻ്റെ പേരാണ് എന്താ? അഷ്ടഭാഗ്യം. അത് മൂല്യങ്ങളുടെ മൂല്യമാണ്, യേശുവിൻ്റെ മൂല്യങ്ങളുടെ ഒരു സമാഹരണം. എന്നിട്ട് നമ്മൾ പറയുന്ന കണക്ക് 8 മൂല്യങ്ങളില്ല, പേര് സൂചിപ്പിക്കുന്ന അഷ്ടമില്ല, 7 മൂല്യങ്ങളേ ഉള്ളൂ. എന്താ കാര്യം? ഒരെണ്ണം ആവർത്തനമാണ്. ഏതാണത്? നീതി. നീതിക്ക് വേണ്ടി വിശന്നവർ ഭാഗ്യവാന്മാർ, നീതിക്ക് വേണ്ടി പരിക്കേറ്റവർ ഭാഗ്യവാന്മാർ. അത്ര നീതിക്ക് വേണ്ടി വിശക്കുകയും പരിക്കേൽക്കുകയൊക്കെ ചെയ്ത മനുഷ്യരായിരുന്നു നമ്മൾ. എന്താ നീതി എന്ന് പറയുന്നത്? അവനവൻ്റെ പരിസരത്തിലുള്ളവർക്ക് അർഹിക്കുന്ന കാര്യങ്ങൾ ഉറപ്പുവരുന്നതിന് വിളിക്കുന്ന വാക്കാണ് നീതിബോധം. നിങ്ങളൊരു വീടിൻ്റെ കോണ്ടസ്റ്റിൽ, വീടിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ, കഞ്ഞി തിളക്കുമ്പോൾ ആദ്യത്തെ ഒരു കോപ്പ കഞ്ഞി കിടപ്പ് രോഗികൾക്ക്, വയോധികർക്ക് കൊണ്ടേ കൊടുക്കുന്നതാണ് നീതിബോധം. വീടിൻ്റെയൊക്കെ ഒരു സാധാരണ രീതി അനുസരിച്ചിട്ട് ആദ്യം കുഞ്ഞുങ്ങൾക്ക്, പിന്നെ മുതിർന്നവർക്ക്, പിന്നെയാണ് നമ്മുടെ ഒരു കുറച്ചുകൂടി സൗകര്യമൊക്കെ നോക്കിയിട്ട് നമ്മളിങ്ങനെ ഈ കിടക്കുന്നവരുടെ അടുക്കലേക്ക് പോകുന്നത്. നല്ലതുപോലെ തണുത്ത തൊണ്ടയാണ് അവരുടേത്, അവർക്ക് തണുത്ത കഞ്ഞി നല്ലതല്ല. അപ്പം അതാണ് നീതിബോധം. ഈ പരിസരത്തിലുള്ളവർക്ക് എന്താണോ പ്രധാനപ്പെട്ടത് കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ വിവാഹിതനായ ഒരാളാണെങ്കിൽ അവളെ കേൾക്കുക എന്നുള്ളതാണ് നീതിബോധം. കാരണം സ്ത്രീയുടെ ഏറ്റവും അടിസ്ഥാന ആവശ്യങ്ങളിലൊന്ന് കേൾക്കപ്പെടുക എന്നുള്ളതാണ്. എത്ര കാലമായി ഒരാൾ അയാളുടെ സ്ത്രീയെ കേട്ടിട്ട് അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറയുന്നു, ഇതെങ്ങനെ നീട്ടിയും പരത്തിയും പറയേണ്ട കാര്യം മാത്രം പറ. അങ്ങനെ പറഞ്ഞു തുടങ്ങുന്നതിനേക്കാൾ മുമ്പേ മനുഷ്യരെ വിലക്കുന്ന രീതിയൊക്കെ നമുക്കുണ്ട്. യേശു നല്ല പുരുഷനായിരുന്നു. അതുകൊണ്ടാണ് വേദപുസ്തകത്തിലെ ഏറ്റവും എന്ത് ചെയ്യുന്നുണ്ട്, നല്ലൊരു ഭാഗമായിട്ട്, ഏറ്റവും നല്ല പുരുഷൻ്റെ അടയാളമായിട്ട് ഞാൻ കണക്കാക്കുന്നത് ആ സമരിയയിലെ സംഭാഷണമാണ്. യേശു ഇങ്ങനെ കിണറ്റിൻ ചുവട്ടിലിരിക്കുകയാണ് ഒരു നട്ടുച്ചയ്ക്ക്. എന്നിട്ട് അവളുമായിട്ട് ഇങ്ങനെ മണിക്കൂറുകളോളം സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. നമ്മൾ പറയും അങ്ങനെയൊന്നും പറയുന്നില്ല മണിക്കൂറുകളെന്നൊക്കെ. അങ്ങനെ പറയുന്നില്ല. ശിഷ്യന്മാർ മറ്റൊരു ഗ്രാമത്തിൽ പോയിട്ട് ഭക്ഷണം കൊണ്ടുവരുന്ന ഇടവേളയിൽ യേശു അവളോട് മിണ്ടിക്കൊണ്ടിരുന്നു. മിഡിൽ ഈസ്റ്റിൻ്റെ ഒരു ഭൂപടം എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു ഗ്രാമവും വേറൊരു ഗ്രാമവും തമ്മിലുള്ള അകലം. ആ ദൂരം താണ്ടി അവരെത്തുവോളം അവിടുന്ന് അവളെ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ താൻ നല്ല പുരുഷനാണെന്ന് തെളിയിച്ചു. ഞാൻ ചെറിയ റിട്രീ സെൻറ്ററിലാണ് കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ചില കാര്യങ്ങൾ ഏർപ്പെടുന്നത്. ഇവിടെ റിട്രീറ്റിന് വന്ന ഒരാൾ റിട്രീറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ മുറിയിലോട്ട് വന്നിട്ട് പറഞ്ഞു, വെച്ചാൽ അമ്മ കുറച്ച് വർഷമായിട്ട് ഇങ്ങനെ തളർന്നു കിടക്കുകയാണ്. കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അമ്മയെ കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇവിടെ ഇരുന്ന് ചില കാര്യങ്ങളൊക്കെ കേട്ടു തുടങ്ങിയപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു, അമ്മയ്ക്ക് ഇനി എത്ര നാളുണ്ടെന്ന് അറിഞ്ഞുകൂടാ. എത്ര നാളുണ്ടെങ്കിലും മരിക്കോളം അമ്മയെ മഹാറാണിയെ നോക്കുന്നതൊക്കെ നോക്കാച്ച. എന്നിട്ട് കുരിശ് വരച്ച് കണ്ണു തുടച്ച് മുണ്ടുമടക്കി കുത്തി പുറത്തേക്ക് പോകുന്ന ഈ ചെറുപ്പക്കാരൻ ചുമട്ടുതൊഴിലാളിയാണ്. ചുമട്ടുതൊഴിലാളിയായ മകൻ പറയുന്നു, മരിക്കോളം അമ്മയെ മഹാറാണി നോക്കുന്നതൊക്കെ നോക്കാം. അല്ല, നീതിബോധം ഉണർന്ന. ചുരുക്കത്തിൽ 5 കാര്യങ്ങളാണ് നമ്മൾ കണ്ട കാര്യങ്ങൾ വെറുതെ നമുക്കൊന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരാം.
വേദപുസ്തകത്തിലെ ഏറ്റവും കഠിനമായൊരു ഭാഗമാണ് നമ്മളെടുത്ത് വായിച്ചത്. സമാധാനത്തിൽ അത് വീട്ടിൽ ചെന്നിട്ട് വായിക്കണം. മത്തായി 7:22-24 എന്താണത്? യേശുവിന് വേണ്ടി വേല ചെയ്തു എന്ന് ഇങ്ങനെ ജീവിതത്തിൽ ഹുങ്കു പറഞ്ഞ ഒരാളോട് യേശു പറഞ്ഞു, ഞാൻ നിന്നെ അറിഞ്ഞിട്ടില്ല. ഇംഗ്ലീഷിൽ വളരെ ഷാർപ്പാണ്. ഐ നെവർ ന്യൂ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോഴെന്നല്ല, ഒരു ഘട്ടത്തിലും അറിഞ്ഞിട്ടില്ല. ഞാൻ ബാക്കിയുള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ചിലപ്പോൾ അങ്ങനെ ഏകാഗ്രമായിട്ടിരിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, വിട്ടുകളഞ്ഞേക്ക്. അകപ്പാട് ഇന്നത്തെ ദിവസം ഇത് മാത്രം ആലോചിച്ചാൽ മതി. നമ്മൾ വിചാരിക്കുന്ന കണക്ക് അവിടത്തേക്ക് നമ്മൾ അറിയാവോ? ഇല്ലെങ്കിൽ എന്നാ ചെയ്യും? ഇത് മാത്രമേ ഉള്ളൂ ഇന്നത്തെ ചിന്ത. അതിത്തിരി ഇങ്ങനെ നീട്ടിയും പരത്തിയൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു മാത്രമേ ഉള്ളൂ. അവിടത്തേക്ക് നമ്മൾ അറിയാവോ? അപ്പം ആ പാഠഭാഗത്തിൻ്റെ അപാകതയെക്കുറിച്ചാണ് നമ്മൾ കണ്ടത്. 5 അപാകതയുണ്ട്. 1, നമ്മൾ ചെയ്യുന്നവയാണ് നമ്മളെ തെറ്റിദ്ധാരണ. 2, ഈ ചെയ്യുന്നവയ്ക്ക് ഇല്ലാതെ പോകുന്ന സ്നേഹം. 3, ശക്തമായ അഹം. 4, ഒക്കെ ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണുള്ള തെറ്റിദ്ധാരണ. 5, ഇല്ലാതെ പോകുന്ന നീതിബോധം. അട്ടെ, ഒരു സുഖമില്ല അല്ലേ? ഒരു പള്ളി പെരുന്നാളിന് എല്ലാവരും കൂടി ഇങ്ങനെ ഹാപ്പിയൊക്കെ ആയിട്ട് ആ പെരുന്നാൾ ദിവസങ്ങൾക്ക് വേണ്ടിയൊക്കെ ഇങ്ങനെ വളരെ സന്തോഷമായിട്ടൊക്കെ കാത്തിരിക്കുമ്പോൾ എവിടെ നിന്നും ഒരാൾ കയറി വന്നിട്ട് പറയുകയാണ്, അതെ അവിടത്തേക്ക് നമ്മൾ അറിയത്തില്ല കേട്ടോ എന്ന് പറയുന്നതിനകത്തൊരു സുഖമില്ല. ഇല്ലെന്നേ, അവിടെ നമ്മളെ അറിയും, അല്ലാതെ അവിടെ പോകാനാ. പക്ഷെ ഒരു കാര്യം ഉറപ്പുവരുത്തിയാൽ നല്ലതാണ്. 2 പേർക്കിടയിൽ പിടുത്തം കിട്ടണമെങ്കിലുള്ള ഏറ്റവും അടിസ്ഥാന കാര്യം എന്താണ്? അവർക്കിടയിൽ പൊതുവായിട്ട് എന്തെങ്കിലും ഉണ്ടാവണം. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. അമ്മയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ കാര്യമായിട്ട് അതിനകത്ത് ഇൻവോൾവ് ആയിട്ടില്ല. കാരണം അവരുടെ അമ്മമാർ ചുറിയുറുക്കുള്ള അമ്മമാരാണ്. എന്തെങ്കിലും തരത്തിൽ അതിനകത്ത് ഒന്നിങ്ങനെ കണ്ണു നിറഞ്ഞതൊക്കെ ഈ അമ്മ പോയ സ്ത്രീകളും പുരുഷന്മാരും കൂട്ടത്തിലുണ്ട്. അവർ ഞാനുമായിട്ട് കണക്ട് ആകും. അല്ല, ഒരു കാര്യം പിടുത്തം കിട്ടണമെങ്കിൽ ഈ പൊതുവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവണം. വേദപുസ്തകന്റെ ഭാഷയിൽ സ്ത്രീയെ എനിക്കും നിനക്കും ഇടയിൽ എന്താണുള്ളത്? ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു യൂണിറ്റിൻ്റെ ധ്യാന വിഷയം. അവിടത്തേക്കും എനിക്കും ഇടയിൽ എന്താ പൊതുവായിട്ടുള്ളത്? വാട്ട് ഈസ് ബിറ്റ്വീൻ അസ്? എന്തോ ഒരു കാര്യം പൊതുവായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ അത്യാവശ്യത്തിലേറെ വിരസമായ എൻ്റെ ഈ സംഭാഷണം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നത്. എനിക്ക് തന്നെ ഉറക്കം വരുന്നു. ഈ സ്റ്റാൻഡേ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഇതില്ലെങ്കിൽ ഞാൻ വീഴും ശരിക്കും. അത്ര ഉറക്കം വരുന്നു. എന്നിട്ട് നിങ്ങളിത് കേൾക്കാൻ ശ്രമിക്കുന്നെങ്കിൽ അത് എന്നോടുള്ള മതിപ്പ് കൊണ്ടല്ല, അയാൾക്ക് നിങ്ങൾക്കൂടെ എന്തോ കേസ് കേട്ടുണ്ട് അല്ലേ? എന്തെങ്കിലും ഒരു കാര്യം അയാളെക്കുറിച്ച് പറഞ്ഞെന്നിരിക്കും. എന്തുകൊണ്ടല്ലേ? വാട്ട് ഈസ് ബിറ്റ്വീൻ അസ്? ഇയാൾക്ക് നമുക്കിടയിൽ എന്താ പൊതുവായിട്ട് ഉള്ളത്? ഒരു കൈ ഓട്ടക്കൈയല്ല, എല്ലാ കൈയിലും ഒരു പൊന്നാണ ഇരിപ്പുണ്ട്. ആ പൊന്നാണ എന്താന്ന് കണ്ടെത്തിയാൽ മാത്രം മതി. ഓട്ടക്കൈയുടെ ഒരു കൈ കൂട്ടത്തിലില്ല. ചിലപ്പോൾ ഇത്തിരി ബോക്സൊക്കെ വെക്കുന്നുണ്ട്, പുറത്തൊക്കെ ഇരുന്ന് ആരും കേൾക്കുന്നുണ്ടാവും. നിരത്തിലും ഇല്ല. എല്ലാവരുടെ കരങ്ങളിൽ ഒരു പൊന്നാണയമുണ്ട്. അതിങ്ങനെ യേശുബോധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ സദസ്യതയാണ്. ഒരു 3 കാര്യങ്ങൾ ഒന്ന് പൊതുവായിട്ട് കണ്ടിട്ട് നമുക്ക് ഈ ഒരു സെഷൻ ബ്രേക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഒന്നിങ്ങനെ പരുക്കൊക്കെ ഉണ്ടാവും. ഇങ്ങനെ പരുക്കേ, ആർ യു വുമൺ വിത്ത് സ്കാർ? ഉറപ്പായിട്ടും ഇങ്ങനെ പരിക്കുള്ള മനുഷ്യരാണ്. യേശു എനിക്കിടയിൽ ഒന്നാമത്തെ സാദൃശ്യം അതാണ്. ഞങ്ങൾ ഒരുപോലെ പരിക്കേറ്റ മനുഷ്യരാണ്. എനിക്കൊരു അമ്മായി ഉണ്ടായിരുന്നു. 40 വർഷമുള്ള കാര്യം പറയുന്നേ. അമ്മായി ആ നാട്ടിലെ ആകപ്പാടുള്ള യുക്തിവാദിയായിരുന്നു. പള്ളിയിൽ പോകത്തില്ല. ഇന്നത്തെ കാലത്തൊക്കെ ഇങ്ങനെ സ്ത്രീകളൊക്കെ പള്ളിയിൽ പോകാത്ത വളരെ അപൂർവമാണ്. പള്ളിയിൽ പോലെന്ന് മാത്രമല്ല, വീട്ടിൽ കുടുംബ പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ സ്തുതി കൊടുക്കാനായിട്ട് ചെല്ലുമ്പോൾ അമ്മായി തിരിഞ്ഞിരിക്കും. പക്ഷെ ഈ അമ്മായി ആകപ്പാടെ പള്ളിയിൽ പോകുന്നത് ദുഃഖ വെള്ളിയാഴ്ച മാത്രമാണ്. കാരണം ആ ദുഃഖ വെള്ളിയാഴ്ച അമ്മായി യേശു തമ്മിൽ കണക്ട് ആവുന്നു. ഞങ്ങളുടെ പള്ളിയിൽ ഇങ്ങനെ
യേശുവിൻ്റെ മരിച്ചു കിടക്കുന്ന രൂപമുണ്ട്, പാസ്ക് രൂപം എന്നൊക്കെ പറയും. പൂങ്കാവെന്ന് പറഞ്ഞ പള്ളിയാണ്. ഒരാൾ ശരിക്കും മരിച്ചു കിടക്കണമെന്നൊക്കെ തോന്നുന്നു. ആ ദിവസം രാവിലെ അമ്മായി പോയി പള്ളിയിൽ പോയി നിന്നിട്ട് ഒരു തൂണിൻ്റെ അവിടെ പോയി ഇങ്ങനെ കൂനിപ്പിടിച്ച് നിന്നിട്ട് ഈ പാസ്ക് രൂപം നോക്കി ഒരൊറ്റ ഇരിപ്പിരിക്കും. കാരണം ആ ദിവസം അമ്മായി യേശുവും തമ്മിൽ കണക്ട് ആവുകയാണ്. രണ്ടുപേർക്കും പരുക്കുണ്ട്. അല്ലെങ്കിൽ അമ്മായിയുടെ പരുക്ക് ഇയാളുടെ പരുക്കിൽ കാണാൻ ശ്രമിക്കുകയാണ്. കാരണം അത്രയും ബുദ്ധിമുട്ട് അമ്മായിക്ക് ഉണ്ടായി. അമ്മായി 2 വിവാഹം കഴിച്ചു, 2 പേരും മരിച്ചു. ഒരു മകളുണ്ടായിരുന്നു, ആ മകളും മരിച്ചു. പരിക്കേറ്റ സ്ത്രീയാണ്. അവ പരിക്കുകൾ തമ്മിലിങ്ങനെ കണക്ട് ആവും. കുരിശതിൻ്റെ അടയാളോ, പരിക്കിൻ്റെ അടയാളോ അല്ലേ? എന്തെങ്കിലുമൊക്കെ യേശുവിനെ കുറിച്ചൊരു സംശയം വരുമ്പോൾ യേശു എപ്പോഴും പറഞ്ഞൊരു വാക്കാണ് എന്ത്? വരൂ എൻ്റെ ക്ഷതം കാണും, വരൂ എൻ്റെ ക്ഷതം കാണും. ആരെ കൂട്ടത്തിൽ ക്ഷതമില്ലാത്ത മനുഷ്യര്? ഒന്നതാണ് ടിക്ക്. നമ്മൾ കുറച്ച് പുള്ളിയായിട്ട് ഒത്തു. രണ്ടു പേർക്കിടയിൽ പിടുത്തം കിട്ടണമെങ്കിൽ അവരുടെ ഭാഷ ഒന്നായിരിക്കണം. യേശുവിൻ്റെ ഭാഷയെ വിളിക്കുന്ന വാക്ക് സുവിശേഷം എന്നാണ്. എന്താ സുവിശേഷം എന്ന് പറയുന്നത്? ഇങ്ങനെ മെഴുതിരിയൊക്കെ വെട്ടത്തിൽ ഇങ്ങനെ പള്ളിയിൽ നിന്നൊക്കെ നമ്മൾ വായിച്ചു കേൾക്കുന്നത് മാത്രമല്ല സുവിശേഷം എന്ന് പറയുന്നത്. ആ വാക്കിൻ്റെ യഥാർത്ഥ ആശയം എന്ന് പറയുന്നത് ലിബറേറ്റിംഗ് വേർഡാണ്. മുക്തി കൊടുക്കുന്ന ഭാഷയാണെന്ത്? സുവിശേഷം. സാരമില്ല, പോട്ട, വിട്ടുകള, എന്തൊക്കെ എന്നേ മറന്നു, അതിൻ്റെ പേരാ സുവിശേഷം എന്ന് പറയുന്നത്, ലിബറേറ്റിംഗ് വേർഡ്. ഇപ്പം ഞാനൊരു കമ്മ്യൂണിറ്റി മെസ്സിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ കൊച്ചിയിൽ കുറച്ച് പേര് വന്ന് ഇങ്ങനെ ഭക്ഷണം കഴിച്ച് പോകുന്നൊരിടമുണ്ട്. അവർക്കുള്ള ഭക്ഷണമൊക്കെ ഇങ്ങനെ ഒരുക്കി വെക്കാനായിട്ട് ഇങ്ങനെ വോളണ്ടിയേഴ്സ് വരും. എല്ലാ ദിവസവും ഇങ്ങനെ ഭക്ഷണമുണ്ട്, ഉച്ചയ്ക്കും രാവിലെ ആയിട്ട്. അപ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ ഒരു ഗ്ലാസ് ഇങ്ങനെ ഓടാൻ സ്വരം കേട്ട് എന്താ പറ്റിയെന്നറിയാനായിട്ട് നോക്കിക്കഴിയുമ്പോഴേക്കും ഈ ഗ്ലാസ് ഉടഞ്ഞ് കിടപ്പുണ്ട്. ഈ ഉടച്ചു താരാന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. നോക്കുമ്പോൾ എൻ്റെ അതേ പ്രായമുള്ള 2 വർഷം മുമ്പ് ഇങ്ങനെ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തൊരു ടീച്ചർ ഇങ്ങനെ കഥകിന് പുറകിലായിട്ട് ഇങ്ങനെ ഒളിച്ചു നിൽപ്പുണ്ട്. ഈ പ്രായത്തിലൊക്കെ മനുഷ്യർ ഈ കഥകിന് പിന്നിലൊക്കെ ഒളിച്ചിരിക്കുന്നത് ഇതിനകത്തൊരു രസമില്ല. എന്നുവെച്ചാൽ എന്തൊക്കെ കാണിക്കണം? അപ്പം അവരിങ്ങനെ നന്നായിട്ട് വിറച്ചാ നിൽക്കുന്നത്. അവർ പറഞ്ഞു, എനിക്കൊരു കുഞ്ഞു പ്രശ്നമുണ്ട്, ചെറുപ്പം തൊട്ടേ അതുണ്ട്. എന്താണത്? എനിക്ക് ഈ ബട്ടർ ഫിംഗർ എന്നും പറഞ്ഞൊരു പ്രശ്നമുണ്ട്. ഈ വെണ്ണവിരൽ. എന്താണ് ബട്ടർ ഫിംഗർ എന്ന് പറയുന്നത്? എന്തെടുത്താലും കയ്യിൽ നിന്ന് ഇങ്ങനെ വഴുതി പോകും. ഇപ്പം ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ഞാൻ കേട്ടോണ്ടിരിക്കുന്നൊരു വാക്കാണ് സൂക്ഷിച്ചെടുക്കണം, ദേഹം പൊട്ടിച്ചു. അങ്ങനെ ചെറുപ്പം തൊട്ട് കേട്ട് ഇപ്പോൾ ഒരു 19-16 വയസ്സിൽ കമ്പോളത്തിൽ ഒരു 16 രൂപ പോലും വിലയില്ലാത്ത ഒരു ഗ്ലാസ് ഉടഞ്ഞു പോകുന്നതിൻ്റെ പേരിൽ ഒരു സ്ത്രീ നിന്നിങ്ങനെ വിറക്കുകയാണ്. നിങ്ങളുടെ കൂടെ പാർത്തൊരു സ്ത്രീ സാരമില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞൊരു വാക്ക് കേൾക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ എവിടെ പോയി ഭാവഭാരമൊക്കെ വീട്ടും? രണ്ടതാണ് ഇങ്ങനെ ലിബറേറ്റിംഗ് വേർഡ്. ഇങ്ങനെ മനുഷ്യ സമാധാനമുള്ള ഭാഷ കൊടുക്കുക. ഇപ്പം എൻ്റെ അനുജൻ അവൻ്റെ അവൻ CA പരീക്ഷയൊക്കെ പാസ്സാകുന്നത് കുറേ വൈകിയാണ്. ഓരോ പ്രാവശ്യവും ഇവനിങ്ങനെ തോറ്റ് കഴിയുമ്പോൾ ഇവൻ്റെ 80 വയസ്സിനോടടുത്ത് ഇവൻ്റെ അപ്പൻ ഇവനെ ചേർത്ത് പിടിച്ചു. ഞങ്ങളുടെ അപ്പൻ ഇവനെ ചേർത്ത് പിടിച്ചിട്ട് പറയും, സാരമില്ലടാ, ഒരു പരീക്ഷ തോറ്റ, ഇനിയിപ്പോൾ എന്താ? അല്ലെങ്കിൽ തന്നെ നീ ദേഹണ്ഡിച്ച് വന്നിട്ടാണോ വീട്ടിലെ കാര്യങ്ങൾ പോകുന്നത്? അപ്പോഴേക്ക് പെൻഷൻ ഉണ്ടോ? ഈ അപ്പം പറയുന്ന വാക്കിൻ്റെ പേരാണെന്ത്? സുവിശേഷം, ലിബറേറ്റിംഗ് വേർഡ്. ഇപ്പം 2താണ്. 3 ഒരേ അവബോധം. ഞങ്ങൾക്കിങ്ങനെ സന്യാസക്രമത്തിൽ നോവിഷ്യറ്റ് എന്ന് പറഞ്ഞൊരു വർഷമുണ്ട്. കുറച്ചുകൂടിയൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടൊരു വർഷം എന്നാണ് പൊതുവെ കരുതുന്നത്. അപ്പോൾ ആ നോവിഷ്യറ്റിൻ്റെ വർഷമാണ്. എനിക്ക് 21 വയസ്സുണ്ട്. അപ്പം അന്ന് രാവിലെ എനിക്ക് വായിക്കാനായിട്ട് കിട്ടിയ ഒരു പുസ്തകം എന്ന് പറയുന്നത് രാമകൃഷ്ണ പരമഹംസൻ്റെ ജീവചരിത്രമാണ്. വിവേകാനന്ദൻ്റെ ഒക്കെ ആചാര്യനായിരുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ ജീവചരിത്രം. ഞാനിത് ഒരു 9-10 തൊട്ട് വായിക്കാൻ തുടങ്ങിയതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനതിനകത്ത് ഇങ്ങനെ പെട്ടുപോയി. ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്നില്ല. ഉച്ച കഴിഞ്ഞിട്ട് ദീർഘമായ ചില പ്രാർത്ഥനകളുണ്ട്, അതിന് പോയിട്ടില്ല.
പിന്നെയും ജോലിയുണ്ട്, പിന്നെ ഇത്തിരി നേരം എന്തോ ഗെയിംസ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഈ വൈകുന്നേരം വരെ ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല, ഈ പുസ്തകം വായിച്ചു തീർക്കുക എന്നുള്ളത് മാത്രമായിരുന്നു പരിപാടി. ഇനി തീരാനായിട്ട് ഒരു 10 പേജ് കൂടി ഉണ്ടാവും. അവിടെ വെച്ചാണ് ഞാൻ ഇങ്ങനെ വായിക്കുന്നത്. അവസാന കാലത്ത് ഈ ആചാര്യൻ്റെ തൊണ്ടയ്ക്ക് അർബുദം പിടിപെട്ടു. ഒരിട്ട് വെള്ളമിറക്കാൻ പറ്റാതെ ഈ ഗുരു ഇങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപാസകർ പറഞ്ഞു, ഗുരു അങ്ങ് പ്രാർത്ഥിക്കുക, ഒന്നിനും വേണ്ടിയല്ല, ഒരിട്ട് വെള്ളമിറക്കാനുള്ള സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ശരി, പ്രാർത്ഥിക്കാം. എന്നിട്ട് കണ്ണുപൂട്ടി ധ്യാനത്തിലേക്ക് വഴുതിപ്പോയി. അവിടെ നിന്ന് ഞെട്ടി എണീക്കുന്ന വാവിട്ട് കരഞ്ഞുകൊണ്ടാണ്. അത്ഭുതകരമായ എന്തോ ഒന്ന് സംഭവിച്ചായിട്ട് അതിൻ്റെ ഉപാസകർക്ക് തോന്നി. അവർ പറഞ്ഞു, ഗുരുജി അങ്ങേക്ക് സൗഖ്യം കിട്ടി ഞങ്ങൾ കരുതിക്കോട്ടെ. അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല, സൗഖ്യമൊന്നും കിട്ടിയില്ല. പിന്നെയോ ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയായിരുന്നു, ഭഗവാനെ ഒരിട്ട് വെള്ളമിറക്കാനുള്ള സമാധാനം തരണമേ. അപ്പോഴാ ഭഗവാൻ എൻ്റെ അടുത്ത് ചോദിച്ചു, രാമകൃഷ്ണ, ആരാ നിന്റെ ചുറ്റിനും നിൽക്കണത്? എൻ്റെ ഉപാസകര്. ഒരു ഭക്ഷിക്കുന്നുണ്ടോ? ഉണ്ട്. പാനം ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. രാമകൃഷ്ണ, അവരിലൂടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ശ്വസിക്കുകയും സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നീ തന്നെയാണല്ലോ. നിനക്കെന്തിനാടാ സൗഖ്യം? നിനക്കെന്തിനാടാ സൗഖ്യം? സങ്കടമൊഴികെ എന്തോ ഒരു കാരണം കൊണ്ട് നമ്മുടെ കണ്ണിങ്ങനെ കവിഞ്ഞൊഴുകയാണ്. പിന്നെ ഒരു വരി പോലും വായിച്ചിട്ടില്ല. കാരണം ഈ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുമ്പോൾ ഈ പുസ്തകമൊക്കെ വായിക്കുക എളുപ്പമല്ല. ഇപ്പം 3-മത്തെ അതാണ്, ഒരു ദിവസം നിങ്ങൾ ആരെയാണോ നമസ്കരിച്ച് ജീവിക്കുന്നത് അയാൾ നിങ്ങളിലൂടെ മിടിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ ശ്വസിക്കുന്നത് നിങ്ങളുടെ ജീവന്റെ താളമായിട്ട് മാറുന്നു. What you breathe becomes your rhythm. അതിന് വിളിക്കുന്ന വാക്കാണ് ഈ അപരയേശു, അതർ ക്രൈസ്റ്റ്. 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സെന്റ് അഗസ്റ്റിൻ ഈ പുരോഹിതർക്ക് വേണ്ടി കൊടുത്തിരുന്ന വിശേഷണമായിരുന്നു അത്, ഓൾട്ടർ ക്രൈസ്റ്റ്, ദി അതർ ക്രൈസ്റ്റ്. അതിങ്ങനെ അവർക്ക് വേണ്ടി മാത്രമായിട്ട് പരിമിതിപ്പെടുത്തേണ്ടതല്ല. അവനിലേക്ക് എത്തിയ എല്ലാ മുതിർന്ന മനുഷ്യൻ പറയണം, ദി അതർ ക്രൈസ്റ്റ്. ഇതിന് വിളിക്കുന്ന വാക്കാണ് യേശുബോധം. നിങ്ങളുടെ ആചാര്യൻ ഒരു നാമമല്ല, ഒരു പ്രകൃതിയാണ്. നിങ്ങളുടെ ആചാര്യൻ ഒരു നാമമല്ല, ഒരു പ്രകൃതിയാണ്. ഒരു 3 കാര്യങ്ങളാണ് അയാൾക്ക് നമുക്കിടയിൽ പൊതുവായിട്ടുണ്ടാവുന്നത്. ഒന്നിങ്ങനെ ഒരേ പരുക്ക്, 2 ഒരേ ഭാഷ, 3 ഒരേ അവബോധം. ഞങ്ങൾക്കൊരു പ്രായമുള്ള അച്ഛനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയൊക്കെ പോയി. അദ്ദേഹം ഒരു മ്യൂസീഷ്യനൊക്കെ ആയിരുന്നു. അതിൻ്റെ പേര് മാനുവൽ മെൻഡസ് എന്നാണ്. ഈ ഓർമ്മ പോയ മനുഷ്യൻ ഒരൊറ്റ കാര്യം മാത്രമാണ് ഉരുവിട്ടുകൊണ്ടിരുന്നത്, ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ യേശുവാണ്. ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ യേശുവാണ്. നമുക്കിങ്ങനെ ചങ്കുവേദന വരും. ബാക്കി എല്ലാം മറന്നുപോയൊരു മനുഷ്യൻ അത് മാത്രമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അതാണ് സാധ്യത. അതിലേക്ക് പറഞ്ഞ ഒരു സാധ്യതയിലും ചെന്ന് ചാടാൻ പാടില്ല. പൗലോസ്ക പറയത്തില്ലേ, നിങ്ങൾ യേശുവിൻ്റെ ഗന്ധമാണ്. നമുക്കിപ്പോൾ നമ്മുടെ ഗന്ധം കിട്ടത്തില്ല. കാരണം അത്യാവശ്യം തണുത്തൊരു സന്ധ്യയാണ്. ഫാനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, തുറന്ന ജാലകങ്ങൾ. നമുക്ക് വിയർക്കണില്ല. ഈ വിയർക്കുമ്പോൾ വരുന്നതാണ് നിങ്ങളുടെ ഗന്ധം. ഇതിൽ ഓരോരോ ഘട്ടത്തിൽ വിയർക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് വരുന്ന ഗന്ധം ആരുടേതാണ്? ആശ്രമത്തിൽ പാതിരയായപ്പോൾ ഒരു ചെറുപ്പക്കാരനെയും കൂട്ടി 2 കൂട്ടുകാരും അച്ഛനും അമ്മയും കൂടി വന്നു. ഇത്രയും രാത്രി വരുന്ന എന്തിനാണ്? നാളെ അവൻ്റെ മനസ്സമ്മതമാണ്. ഇന്ന് വൈകുന്നേരമാണ് അറിയുന്നത്, പള്ളി വെച്ച് വാക്ക് കൊടുക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് നല്ലതല്ലാത്തൊരു ഭൂതകാലമുണ്ട്. അവളിങ്ങനെ ആരുടെ കൂടെയൊക്കെ പോയി ചെറിയ പ്രായത്തിൽ പാർത്തിട്ടുണ്ട്. വീട്ടുകാർ പിടിച്ചുകൊണ്ട് വന്നാണ്. കേട്ട മാത്രമല്ല, അപ്പനും അമ്മയും കുരിശു വരച്ചു. എന്നിട്ട് പറഞ്ഞു, നോക്കണേ, ഓരോരോ നേരത്ത് ദൈവം നമുക്ക് നേര് കാണിച്ചു തരുന്ന കണ്ടില്ലേ? എന്നാൽ അവൻ പറഞ്ഞു, ഇത് കാണിച്ച ദൈവമല്ല. എന്നുവെച്ചാൽ നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ പള്ളി വെച്ച് അവൾക്ക് വാക്ക് കൊടുക്കും. അഹങ്കാരമല്ലേടാ പറയുന്നത്,
അങ്ങനെ തർക്കം നീണ്ട് ഒടുവിൽ ഇവനെ ഇവിടേക്ക് കൊണ്ടുവരുന്നതാണ്. പറഞ്ഞു തീരുമ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കച്ച, ഓരോന്നായിട്ട് ദൈവം കാണിച്ചു തരുമ്പോൾ അവൻ്റെയൊക്കെ അഹങ്കാരം കണ്ടില്ലേ. അവർ പറയുന്നിടത്ത് നമുക്കൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല. അമ്മേടാ അവർ പറയുന്നിടത്ത് എന്താ കുഴപ്പം? എന്നെ കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിരുന്നു. എന്നിട്ട് പറഞ്ഞച്ചാ, ഒരാൾക്കൊരു കൈപ്പിഴ പറ്റുന്നു, ഉവ്വ്, അത് തിരുത്താൻ ദയാക്കൊരു അവസരം കൊടുക്കുന്നു, ഉവ്വ്, ആ കളിയിൽ എന്നെ കൂട്ടുകളിക്കാരനാക്കുന്നു, വേണ്ടാന്ന് വെക്കണം. ആവർത്തിച്ച്, ഒരാൾക്കൊരു കൈപ്പിഴ പറ്റുന്നു, അത് തിരുത്താൻ ദയാക്കൊരു അവസരം കൊടുക്കുന്നു, ആ കളിയിൽ എന്നെ കൂട്ടുകളിക്കാരനാക്കുന്നു, ഞാൻ വേണ്ടാന്ന് വെക്കണം. നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ആവർത്തിക്കും. ഇങ്ങനെ കണ്ണിങ്ങനെ എത്ര കൂട്ടിയിട്ടും കണ്ണ് കവിഞ്ഞൊഴുകുന്ന തടയാൻ പറ്റുന്നില്ല. കാരണം ഇത്ര അടുത്ത് നിന്നുകൊണ്ട് ആ ചെറുപ്പക്കാരിൽ ഇങ്ങനെ യേശുവിൻ്റെ ഗന്ധം വരികയാണ്. വിയർക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് വന്ന ഗന്ധം ആരുടേതാണ്? ഇതിനെ വിളിക്കുന്ന വാക്കാണ് യേശുബോധം, ക്രൈസ്റ്റ് കോൺഷ്യസ്നസ്. നിങ്ങളുടെ ആചാര്യൻ ഒരു നാമമല്ല, ഒരു പ്രകൃതിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കുഞ്ഞു കാര്യം, ഇപ്പം യേശു നാമം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഓർത്തോളണം, ആ ഒരു പ്രത്യേക സമുദായത്തിൽ, സമൂഹത്തിൽ ഇത് ഏറ്റവും കോമണായ വാക്കായിരുന്നു ജോഷുവ. അപ്പം ആ വാക്കല്ല, ആ വാക്ക് പ്രതിദാനം ചെയ്യുന്നൊരു പ്രകൃതിയാണ് നമ്മൾ രക്ഷിക്കാൻ പോകുന്നത്. പ്രണയത്തിലും മിസ്സിസിലൊക്കെ പറയുന്നൊരു കുഞ്ഞ് കവിത പറഞ്ഞിട്ട് നമുക്കൊരു കുഞ്ഞ് പ്രാർത്ഥനയിൽ സെഷൻ ഒന്ന് ബ്രേക്ക് ചെയ്യാം. അയാൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ കാണാൻ പോവുക. അന്നവർ 2 കിളുന്ത് കുഞ്ഞുങ്ങളാണ്. ചെന്ന് കൊട്ടി, ഒരു കൂടിലാണത്. അകത്തുനിന്ന് അവൾ ചോദിച്ചു, ആരാ പുറത്ത്? അയാൾ പറഞ്ഞു, ഞാനാ. അപ്പം അവൾ പറഞ്ഞു, ഇത് കുഞ്ഞു വീടാണ്, കുഞ്ഞു കുടില, ഇതിനകത്ത് ഞാൻ തന്നെ ബുദ്ധിമുട്ടിയാ പെരുമാറിക്കൊണ്ടിരിക്കണത്, പോയിട്ട് വാ. എന്നാൽ അവിടം വിട്ട് പോയി. ഒരു 70 വർഷം അലഞ്ഞു. 70 വർഷങ്ങൾ അലച്ചിലുകൾക്ക് ശേഷം 90-ലെത്തിയൊരു മനുഷ്യൻ കൂനിപ്പിടിച്ച ആ വഴിയിലൂടെ വീണ്ടും വരികയാണ്. ഈ വഴികളൊക്കെ എങ്ങനെ മറക്കാൻ? കുടിലൊക്കെ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കൊട്ടി, പകത്തുനിന്ന് അവരുടെ ശബ്ദം. അവരും വയസ്സായിട്ടുണ്ടാവും. ആരാ പുറത്ത്? അപ്പം അയാൾക്ക് ചിരി വരികയാണ്. 70 വർഷം മുമ്പും ഇവർ ചോദിക്കുന്നത് തന്നെയാണ്, ആരാ പുറത്ത്? മനുഷ്യർക്ക് എന്തെങ്കിലും മാറ്റം വേണ്ടേ? അന്ന് ഇത് ഞാനാണെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. കാരണം കഴിഞ്ഞ 70 വർഷങ്ങൾ അവളിൽ മാത്രം അർപ്പിച്ച് ജീവിക്കുകയായിരുന്നു. പറഞ്ഞതൊക്കെ അവളെക്കുറിച്ച്, പാടിയതൊക്കെ അവളെക്കുറിച്ച്, പ്രദക്ഷിണം വെച്ചത് അവളുടെ ഓർമ്മകൾക്ക് ചുറ്റും. ശരിക്കും താൻ ആരാ? അപ്പം അയാൾക്ക് വല്യവായി നിലവിളിക്കണം തോന്നി. അയാൾ പറഞ്ഞു, പുറത്തു നിൽക്കണത് ആരാണെന്നല്ലേ നിനക്കറിയേണ്ടത്? സത്യമായിട്ടും നീ തന്നെയാണ്, സത്യമായിട്ടും നീ തന്നെ. കഴിഞ്ഞ 70 വർഷങ്ങൾ അയാളിങ്ങനെ അവളാക്കി മാറ്റിയിട്ടുണ്ട്. അകത്തുനിന്ന് മുളകീർന്ന കണക്കൊരു നിലവിളി കേട്ടു. കാറ്റ് പിടിച്ചത് കണക്കൊരു സ്ത്രീ പുറത്തേക്ക് ഓടി വന്നിട്ട് അയാളെ കെട്ടിപ്പിടിച്ചു. 2 പേർക്ക് ഇത് വളരെ ഇഷ്ടപ്പെട്ട കവിതയായിരുന്നു, അനേകർക്കും. ഒരാളുടെ പേര് ജോൺ ദ ക്രോസ് എന്നാണ്, ക്രിസ്ത്യൻ സന്യാസിയാണ്, മങ്ക. രണ്ടാമത്തെ ആളുടെ പേര് ജലാലുദ്ദീൻ റൂമി എന്നാണ്, ഇസ്ലാം ആചാര്യനാണ്. ഈ 2 പേർക്കും ഇഷ്ടമുള്ള ആ ഒരു പ്രിയപ്പെട്ട കവിത ഞാൻ നിങ്ങൾക്കും വിട്ടുതരികയാണ്. യാത്രയുടെ ഒടുവിൽ അത് പറയാനുള്ള ധൈര്യം ഈ അകത്ത് നിൽക്കുന്നയാളും പുറത്ത് നിൽക്കുന്ന ആളും ഒന്ന് തന്നെ. ഒരു 30,000 ദിവസങ്ങളുടെ കേസ് കെട്ടായി ജീവിതം എന്ന് പറയുന്നേ. 80-നെ 365 ഗുണിക്കുമ്പോൾ അത്രയും പോലും ഇല്ല കേട്ടോ. പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇത്തിരി കൂട്ടി പറയുന്നതാണ്. ആടിമാസക്കിഴിവെന്നൊക്കെ കേട്ടിട്ടില്ല, അതുപോലെ. ആ 30,000 ദിവസങ്ങളുടെ ഒടുവിൽ നിന്റെ അങ്കണത്തിലെത്തുമ്പോഴേക്കും അകത്ത് നീ ചോദിക്കും, ആരാ പുറത്ത്? ചവിട്ടി വന്ന മുഴുവൻ പാതയും ഓർമ്മിച്ചുകൊണ്ട് ഞാൻ പറയും, പറഞ്ഞതൊക്കെ നിന്റെ വാക്ക, സാരമില്ല, വിട്ടുകള, ഞാൻ ഇതൊക്കെ എന്നേ മറന്നു, ഒരു കാപ്പി കുടിച്ചിട്ട് പോകും. പുലർത്തിയത് നിന്റെ അവബോധം. വല്ലാതെ വിയർത്തുപോയ ചില നേരങ്ങളിൽ എനിക്കെൻ്റെ രോമകൂപങ്ങളിൽ നിന്ന് നിന്റെ ഗന്ധം കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് വന്നേ, ആണിപ്പാടുള്ള നിന്റെ കരം കൊണ്ട് പതുക്കെ ഒന്ന് കൈയോടിച്ചേ. എന്നിട്ട് ഞാൻ തന്നെ ഈ കൈ ഇങ്ങനെ പിടിച്ച് താഴ്ത്തും. ഇവിടെ വരുമ്പോൾ അയാൾ കൈവലിക്കും. ചോരയും വെള്ളവും ഒഴുകുന്നുണ്ട്. വിലാപ്പുറമാണ്, പച്ചമുറിവാണ്,
മരിക്കുന്നതിന് മുമ്പും എന്തോ അപമാനം തട്ടിയിട്ടുണ്ട്. ആ തണുപ്പിൽ തട്ടി അയാൾ കൈവലിക്കുമ്പോൾ ഞാൻ ചോദിക്കും, ഇനി പറ ഞാൻ ആരാണെന്ന്. അവിടുന്ന് എന്ത് പറയാനാണ്? പരമാവധി ഇത്രമാത്രം, നീയോ? നീ ഞാൻ തന്നെയാണ്. നീയോ? നീ ഞാൻ തന്നെ. ഇതിൽ ചെറുതുകൊണ്ടൊന്നും മനസ്സ് തൃപ്തിപ്പെടരുത്. അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മുടെ അന്തരീക്ഷത്തിൽ അതിൻ്റെ ദൂത് നമ്മൾ കൈമാറുന്നത് എങ്ങനെയാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നമ്മൾ ഈ റിട്രീറ്റ് ആരംഭിച്ചത് എങ്ങനെയാണ്? ഈശോ മിശിഹായ്ക്കും വിചാരിക്കട്ടെ. സംഭാഷണത്തിൻ്റെ ആദ്യത്തിൽ പറഞ്ഞ ഈശോ മിശിഹായ്ക്കും സ്തുതി എന്ന് പറഞ്ഞൊരു കുഞ്ഞു വാക്കാണ് ഞാൻ നീട്ടിയും പരത്തിയും കഥ പറഞ്ഞുമൊക്കെ 1 മണിക്കൂറോളം ഒപ്പിച്ചത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളുള്ള ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 2 മിനിറ്റ് ഒന്ന് കണ്ണുപൊട്ടി പ്രാർത്ഥിച്ചിട്ട് ഇത്തിരി ഒന്ന് നേരെ ഇരുന്ന്, നമ്മൾ യോഗയിലൊക്കെ ഇരിക്കുന്ന കണക്ക് ഇത്തിരി ഒന്ന് വെറുതെ ഇത്തിരി നട്ടൽ നേരെ പിടിക്കുന്നതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. ഒന്ന് കണ്ണുപൂട്ടി ഒരു വിത്തുള്ളിലുണ്ടെന്ന് ഓർമ്മിക്കുക, യേശുവിൻ്റെ വിത്ത്. ആ വിത്തിനോട് നിങ്ങൾ എന്ത് ചെയ്തു? ഒരിത്തിരി ഈർപ്പം കൊടുക്കാൻ പറ്റുമെങ്കിൽ, ഒരിത്തിരി നനവ് കൊടുക്കാൻ പറ്റുമെങ്കിൽ, ഒരിത്തിരി പരിചരണം കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ അതൊക്കെ ഇങ്ങനെ തളിർത്തേനെ, പൂക്കളായിട്ട് സുഗന്ധം കൊടുത്തേനെ, പഴമായിട്ട് മധുരിച്ചേനെ. യാത്രയുടെ ഒടുവിൽ സത്യമായിട്ടും അങ്ങനെ തിരിച്ചറിയണമേ. കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്കൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മിടിപ്പിനെയൊക്കെ ഒന്ന് തൊട്ട സ്വന്തം മിടിപ്പിനെ തൊടുമ്പോൾ ഓർമ്മിക്കണം, നമ്മുടെ ശ്വാസതാളം തന്നെയാണ് നമ്മുടെ ഹൃദയതാളം. അങ്ങനെ ഭയപ്പെടുമ്പോൾ ശ്വാസമെടുപ്പ് വർദ്ധിക്കുകയും ഈ മിടിപ്പിൻ്റെ താളം വർദ്ധിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മൾ ശ്വസിക്കുന്നതാണ് നമ്മളുടെ ജീവിതം. ഒന്ന് സ്വന്തം ഹൃദയതാളവും തൊട്ട് മിടിപ്പിനെ ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, യാത്രയുടെ ഒടുവിൽ അങ്ങയുടെ അങ്കണത്തിലെത്തുമ്പോൾ സത്യമായിട്ടും അങ്ങനെ തിരിച്ചറിയണമേ. പറഞ്ഞതൊക്കെ നിന്റെ വാക്ക്, പുലർത്തിയത് നിന്റെ അവബോധം, അടിമുടി പരുക്ക്. ഞാൻ പതുക്കെ പതുക്കെ അങ്ങാവുകയാണ്. ഞാൻ പതുക്കെ പതുക്കെ അങ്ങാവുകയാണ്. ആമേൻ. യേശു ധ്യാനിക്കാനാണ് കൂടുതലും പഠിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെ പ്രാർത്ഥിക്കണം ചോദിക്കുമ്പോൾ യേശു പറഞ്ഞു, വാതിലടക്കുക, മുറിയിലേക്ക് പ്രവേശിക്കുക, അകത്തുള്ള ആളെ കേൾക്കുക. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ധ്യാന രീതിയാണത്. വാതിലടക്കുക എന്ന് പറഞ്ഞ അർത്ഥം ഇന്ദ്രിയങ്ങളെ കൊട്ടിയടക്കുക, ഷട്ട് യുവർ സെൻസസ്. അകത്തൊരു മുറിയുണ്ട്, അതിനകത്തുനിന്നൊരു ശബ്ദവുമുണ്ട്. ഷട്ട് യുവർ സെൻസസ്. അവനവൻ്റെ ഉള്ളിലെ ശബ്ദത്തിന് കാതോർക്കാനായിട്ട് ഈ ദിവസങ്ങളിൽ കുറെ കൂടി ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം പ്രാർത്ഥിക്കുക.
ഒരിക്കൽ കൂടി ഒരുമിച്ചെന്ന് നന്മറിഞ്ഞ പറയും ചൊല്ലാം. നന്മറിഞ്ഞ പറയുമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദരിദ്രം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരസ്പരം അഭിവാദ്യം ചെയ്യാം. ഈശോ സംസാരിക്കട്ടെ. പെട്ടെന്നൊരു അരമണിക്കൂർ പോലും ആവശ്യമില്ലാത്ത വിധത്തിൽ ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞ് പ്രാർത്ഥനയിൽ നമുക്ക് പിരിയാന്ന കരുതുക. എന്താ ഈ ക്രിസ്തു ബോധം എന്ന് പറയുന്നത്? ഒരു പ്രകൃതിയാണ് യേശു. ആ പ്രകൃതി എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് മാത്രം ഒരു പാഠഭാഗം ഒന്ന് തപ്പിയെടുത്ത് വായിക്കണം. കൊളോസ്യൻസ് 1:26-27. ചിലപ്പോൾ അത്രയും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എൻ്റെ ഏകദേശം ആശയം ഇങ്ങനെയാണ്: യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വയ്ക്കപ്പെട്ട രഹസ്യം അവസാന കാലങ്ങളിൽ തൻ്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ അവിടുന്ന് മനസ്സായി. ആരാ വിശുദ്ധർ എന്ന് പറയുന്നത്? ഈ ഇരിക്കണ 100 പേരാണ്. ആദിമ ക്രൈസ്തവരെ അവരെ തന്നെ വിളിച്ചിരുന്ന വാക്കായിരുന്നു എന്താ? വിശുദ്ധർ. ക്രിസ്ത്യൻസ് യൂസ്ഡ് ടു അഡ്രസ് ദംസെൽഫ് ആസ് സെയിൻസ്. ഞാൻ അഡ്രസ് ചെയ്യുന്നത് ഇങ്ങനെ 100 വിശുദ്ധരെയാണ്. അവരതായിട്ട് നിലനിർത്തുന്ന വെളിപാട് എന്താണ്? അതാണ് അടുത്ത വരി: യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വയ്ക്കപ്പെട്ട രഹസ്യം അവസാന കാലങ്ങളിൽ തൻ്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ അവിടുന്ന് മനസ്സായി. എന്താണ് ആ രഹസ്യം? മഹത്വത്തിൻ്റെ ആദികാരണമായ യേശു നിന്റെ ഉള്ളിലുണ്ട് എന്നത് തന്നെ. മഹത്വത്തിൻ്റെ ആദികാരണമായ യേശു നിന്റെ ഉള്ളിലുണ്ട് എന്നത് തന്നെ. ഇത് പിടുത്തം കിട്ടുന്ന ഒരു ദിവസം തൊട്ട് ഒരാളുടെയും ജീവിതം പഴയതല്ല. എന്നുവെച്ചാൽ ക്രിസ്തു എൻ്റെ സാധ്യതയാണ്. പോസിബിലിറ്റീസ് ക്രൈസ്റ്റ്. അതിൽ ചെറിയ ഒരു സാധ്യത കൊണ്ടും ഈ മനസ്സ് ഹാപ്പി ആകാൻ പാടില്ല. ക്രിസ്തുവാണ് എൻ്റെ സാധ്യത. ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് യേശു കടപ്പുറത്തേക്ക് വന്നത്. ഞാനും ഇങ്ങനെ കടപ്പുറത്തുള്ള ഒരാളാണ്. അവിടെ ഉള്ള ഒരാളായിരിക്കുന്നതിൻ്റെ പേരിലൊന്നും നമുക്ക് ചെറിയ പ്രായത്തിലൊന്നും ഒരു അഭിമാനം തോന്നിയിട്ടില്ല. കാരണം സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ അധ്യാപകർ പറയും, എടാ വല്ലതും 4 ലക്ഷം പഠിച്ച് കിഴക്കോട്ട് കയറിപ്പോ. ഇപ്പോഴും കടപ്പുറം സ്കൂളിലെ അധ്യാപകർ പറയുന്നുണ്ട്, പഠിച്ച് കിഴക്കോട്ട് കയറിപ്പോ. 2025 പോലും ഒഴിവാക്കണമെന്ന് മനുഷ്യർ വിചാരിക്കുന്ന ഇടത്തിൻ്റെ പേരാണ് തീരം. എന്നിട്ട് ആ തീരത്തിൽ നിന്ന് നീ എന്തിനാണ് ആരംഭിച്ചത്? പാവപ്പെട്ട മനുഷ്യർ ആളുടെ ചുറ്റും കൂടി എന്നിട്ട് ചോദിച്ചു, എവിടെയാ ദൈവരാജ്യം? അവിടുന്ന് പറഞ്ഞു, ദൈവരാജ്യമോ അത് നിന്റെ ഉള്ളം കയ്യിലാണ്. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. എൻ്റെ തന്നെ സാധ്യതയാണ്, എങ്ങോട്ടും പോകണ്ടെന്നേ. അവിടെയാണ്, ഇവിടെയാണ്, ആചാരനോടൊപ്പമാണ്, ആ വേദഗ്രന്ഥത്തിലാണെന്ന് പറയുന്ന കാര്യങ്ങൾ ഇപ്പം ഇയാൾ പറയുന്നു നിന്റെ ഉള്ളം കയ്യിലാണ്. ദ സീഡ് ഓഫ് ക്രൈസ്റ്റ്. ആ വിത്ത് കൊണ്ട് എന്ത് ചെയ്യുന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞൊരു സെഷനിൽ പറഞ്ഞ് അവസാനിപ്പിച്ച ഏറ്റവും വലിയ സങ്കടം. ആ വിത്ത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ വിത്തിനെ എങ്ങനെയാണ് നമുക്കൊന്ന് നിർവചിക്കാൻ പറ്റുന്നത്? ഒരു ലളിതമായൊരു സമവാക്യം ഇങ്ങനെ വളരെ വേഗത്തിൽ സൂചിപ്പിച്ച്, ഒരു വിശദീകരണം ആവശ്യമില്ലാത്ത വിധത്തിൽ ഇങ്ങനെ വളരെ ആഭിമുഖ്യമുള്ള പ്രകാശമുള്ള വ്യക്തികളെ ഞാനിപ്പോൾ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അവർക്ക് ചില റിമൈൻഡേഴ്സ് മാത്രം മതി. എനിക്ക് തോന്നുന്നു 9 മണി വരെയൊക്കെ സമയമുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അതെനിക്ക് ആവശ്യമില്ല. പ്രത്യേകിച്ച് ചില സൂചനകൾ മാത്രം മതി. ഇതിനാണ് ഇതെല്ലാം ഇങ്ങനെ നീട്ടി പറയേണ്ടതൊന്നുമില്ല. ഒരു 3 കാര്യം വെറുതെ ഒന്ന് ഓർത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വൈൻഡ് ചെയ്യാം. സമവാക്യം ഇത്രയേ ഉള്ളൂ: ധ്യാനം പ്ലസ് സ്നേഹം പ്ലസ് സഹനം സമം യേശു. ബോബിൽ എന്തുമാത്രം യേശു ഉണ്ടെന്ന് ബോബിയുടെ സ്നേഹിതർക്ക് പിടുത്തം കിട്ടും. അവർക്ക് 3 ചോദ്യങ്ങൾ അയാളെക്കുറിച്ച് ചോദിക്കേണ്ടോ. ഒന്നെന്താണ്, അയാൾക്ക് എന്തുമാത്രം ധ്യാനമുണ്ട്, അയാൾ എന്തുമാത്രം റിഫ്ലക്റ്റീവായിട്ടാണ് ജീവിക്കുന്നത്. അതിന് നിരക്കുന്നൊരു
നിർമ്മമത അയാൾക്കുണ്ടോ? ഡിച്ചാറ്റാണോ? രണ്ടയാൾക്ക് എന്തുമാത്രം സ്നേഹമുണ്ട്, അയാളുടെ സ്നേഹം എന്തുമാത്രം ശുദ്ധിയുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി അയാൾ എന്ത് വാർക്കപ്പണി ചെയ്യുന്നുണ്ട്, എന്ത് ക്ലേശം എടുക്കുന്നുണ്ട്? സ്ട്രഗിൾ. ധ്യാനം പ്ലസ് സ്നേഹം പ്ലസ് സഹനം സമം യേശു. ഇത് വെറുതെ ഒരു 3 ചോദ്യങ്ങളുടെ ഉത്തരവാണ്. യേശു പറഞ്ഞിട്ടില്ലേ, ചോദിക്കുവിൻ നിങ്ങൾക്ക് നൽകപ്പെടും. നമ്മുടെയൊക്കെ പ്രശ്നം എന്ത് പറ്റിയെന്നറിയാവോ? നമ്മളിതൊക്കെ വളരെ ഇങ്ങനെ ലഘുവായിട്ട് കാണാൻ തുടങ്ങി, ലളിതമായിട്ട് കാണാൻ തുടങ്ങി. ചോദിക്കാന്ന് യേശു പറഞ്ഞതിന് നമ്മൾ എങ്ങനെയാണ് പഠിച്ചു വെച്ചത്? ആവശ്യങ്ങൾ ചോദിക്കുക, അല്ലേ? മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കൊക്കെ നമ്മൾ പറയും, ചോദിക്കുക നിങ്ങൾക്ക് നൽകപ്പെടും. അമ്മയും കുഞ്ഞും കൂടി പള്ളിക്കകത്ത് വന്നിട്ട് അമ്മ കുഞ്ഞിൻ്റെ അടുത്ത് പറയുകയാണ്, കുട്ട പ്രാർത്ഥിക്കുക, എന്ത് പ്രാർത്ഥിച്ചാലും യേശു അപ്പം തരും. പുറത്ത് വരുമ്പോൾ ചോദിച്ചു, പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചില്ല. എന്താ കാര്യം? പുള്ളിയുടെ കാര്യം തന്നെ എന്ത് കഷ്ടത്തിലാണല്ലേ, ഇങ്ങനല്ലേ കിടക്കുന്നത്. ഇതിന് താഴെ പോയിട്ട് നിങ്ങൾക്ക് കാനഡയിൽ PR വേണമെന്നൊക്കെ ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഭീകര ധൈര്യം വേണം. അപ്പൊ ഇതിനൊന്നുള്ള ആളല്ല ഇയാളെന്ന് എന്ന് പിടുത്തം കിട്ടുന്നു, അന്ന് നമ്മുടെ ആത്മീയത്തിന് 2ാം ഘട്ടം ആരംഭിക്കുന്നു. അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും പുതിയ അർത്ഥം ഉണ്ടാവുന്നു. അപ്പൊ ചോദിക്കാൻ എന്തായിരിക്കും എൻ്റെ അർത്ഥം? ആസ്ക് റൈറ്റ് ക്വസ്റ്റ്യൻസ് പെർട്ടൈനിങ് ടു ലൈഫ്. ഈ ജീവിതവുമായി ബന്ധപ്പെട്ട് ഗൗരവമായ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുന്നിടത്തുനിന്നാണ് ആത്മീയത ആരംഭിക്കാൻ പോകുന്നത്. അപ്പൊ 2ാമത്തെ മനസ്സിലാവും എന്താണത്? അന്വേഷിക്കുക, അല്ലേ? എന്ത് തപ്പണം എന്ന് അപ്പോഴേ പിടുത്തം കിട്ടത്തുള്ളൂ. അപ്പൊ 3ാമത്തെ സംഭവിക്കും, എന്താണത്? മുട്ടുക. എന്ന അർത്ഥം എന്താണ്? കാത്തിരിക്കാൻ അർത്ഥമുള്ളൂ. ലോകത്തെ എല്ലായിടത്തും ഡോറി മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യാവുന്നൊരു കാര്യം, അകത്തുള്ള ആൾക്ക് മനസ്സലിവുണ്ടായി അയാൾ തുറക്കുവോളം വെറുതെ കണ്ണുപൂട്ടിയിരിക്കുക എന്ന 3 ഘട്ടങ്ങളാണ് നമ്മൾ എത്ര ലളിതമായിട്ട് ലാഘവമായിട്ട് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആസ്ക്, സീക്ക്, നോക്ക്. ഇത് രണ്ടുകൊണ്ടും കഥയില്ല കേട്ടോ. നോക്ക് വളരെ പ്രധാനപ്പെട്ടാണ്. അതുകൊണ്ടാണ് യേശു ശിഷ്യരോട് പറയും, ഇങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ആവാസം ലഭിക്കുവോളം വെറുതെ കാത്തിരിക്കാൻ പറഞ്ഞു. 50 days അവർ കാത്തിരി നടത്തുന്ന സഭ തുടങ്ങുന്നു. അപ്പോൾ ആസ്ക് മാത്രം നമുക്കൊന്ന് കണ്ടിട്ട് നമുക്ക് പിരിയാന്ന കരുതുക. ഒന്ന് വേദപുസ്തകത്തിലെ ഏറ്റവും ആദ്യത്തെ ചോദ്യം എന്താണത്? നീ എവിടെയാണ്? വല്ലപ്പോഴും ഒരു ഒരു സെൽഫ് ഓഡിറ്റിങ് നല്ലതാണ്. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? എന്തിലൊക്കെ ക്ഷണമുള്ള മനുഷ്യരാണ്, എന്തുമാത്രമാണ് ഇങ്ങനെ പാളിപ്പോകുന്നതെന്നൊക്കെ ഉൾപ്പെടെ കുറേ കാര്യങ്ങൾ. നീ എവിടെയാണ്? ഒരാൾ അയാളുടെ ഇടം കണ്ടെത്തി കുറെ കൂടി ആഴത്തിൽ ജീവിക്കുന്ന രീതിയുടെ പേരാണെന്ത്? ധ്യാനം. ഓരോരുത്തർക്കും ഓരോ ഇടം ഉണ്ടെന്നേ. ഒരു 100 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഞാൻ വിചാരിക്കുന്നു ചെറിയൊരു ഇടവകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും തമ്മിൽ അറിയാം. അപ്പം നന്നായിട്ട് നിങ്ങൾക്ക് അറിയാം, ഒരേപോലെ 2 പേരും ഇടവയിലില്ല. അതിനകത്ത് കഥയില്ല, ഇത്രയും പേരേ ഉള്ളൂ. 800 കോടി മനുഷ്യർ ലോകത്തുണ്ട്. 800 കോടി മനുഷ്യർ ഒരാൾ പോലും നിങ്ങളെ കണക്കല്ല. അതിനകത്ത് ചില കഥയൊക്കെ ഉണ്ട്. നിങ്ങളെ സൃഷ്ടിച്ചിട്ട് ദൈവം നിങ്ങളെ സൃഷ്ടിക്കാനായിട്ട് ഉപയോഗിച്ച മോൾഡം ഉടച്ചു കളഞ്ഞു. ജസ്റ്റ് വൺ. അത്രയും വ്യത്യാസത്തിൽ അവിടെ നിങ്ങൾ ഉരുവാക്കിയിട്ട് അകത്തും പുറത്തും വ്യത്യാസം ഉണ്ടാകാം. പുറത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഈ വിരൽത്തുമ്പ് തൊട്ടാണ്, ഈ വിരൽ മുദ്ര തൊട്ടാണ്. ഇതിലെ ലോകത്തെ ഏറ്റവും വലിയ അടയാളങ്ങളിലൊന്നും ഇങ്ങനെ ഒരാളുടെ തം പ്രിന്റ്. അവിടെ തൊട്ട് അകത്തും ഇല്ല സാമ്യം. ഞാൻ അമ്മയെന്ന് പറഞ്ഞപ്പോൾ ഏകദേശം 100 പേര് കേട്ടോണ്ടിരിക്കുമ്പോൾ 100 പേരുടെ ഉള്ളിൽ 100 അമ്മ പോകുന്നല്ലേ. എല്ലാവർക്കും അമ്മയോട് ഇഷ്ടം വേണമെന്ന് പോലും ഇല്ല. ഒരേപോലത്തെ അനുഭവങ്ങളാണ് എല്ലാവർക്കും ഞാൻ വിചാരിക്കുന്നുമില്ല. ഇത്ര ഗ്ലോറിഫൈ ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതൊന്നും. അവിടെ നിന്നോട്ടെ. അപ്പോൾ അകത്തും പുറത്തും ഒരു സാമ്യമില്ലാതെ നിങ്ങൾ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ ഇടം കണ്ടെത്താതെ പോകുന്ന കഷ്ടമല്ലേ എന്നതാണ്. എന്താണെന്ന് എനിക്കിപ്പോഴും പിടുത്തം കിട്ടുന്നില്ല. പക്ഷെ എന്തോ ഒരു കാര്യം കുറച്ചുകൂടി ഇങ്ങനെ ആഴപ്പെടണം. നമ്മൾ കണ്ടെത്തിയ പല ഇടങ്ങളും വസ്തു നമ്മുടെ ഇടമല്ല. ഇവിടെ ഇരിക്കുന്ന ഒരാളോട് ഞാൻ ചോദിക്കുന്നു, ചേച്ചി നിങ്ങളാരാ? ചിരിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ റോസ്മേരി. പേരല്ല ചോദിച്ചത്. ഒരു പള്ളി സ്കൂൾ അധ്യാപികയായിരുന്നു. അതുമല്ല ചോദിച്ചത്.
സിറിയക്കിന്റെ ഭാര്യയാണ്, അതല്ല ചോദിച്ചത്. 2 കുട്ടികളുടെ അമ്മയാണ്, അതുമല്ല ചോദിച്ചത്. ശരിക്കും നിങ്ങൾ ആരാ? റോസ്മേരി, പിന്നെ പറഞ്ഞെന്താണ്, പള്ളി സ്കൂൾ അധ്യാപിക പ്ലസ് 2 കുട്ടികളുടെ അമ്മ പ്ലസ് സിറിയക്കിന്റെ ഭാര്യ സമം നിങ്ങളല്ല എന്ന് പറയുന്ന കുഞ്ഞു കാര്യമാണ്. ശരിക്കും നിങ്ങളാക്കുന്ന അംശം എന്താണ്? അത് കണ്ടെത്താനായിട്ടുള്ള ഒരു ചെറിയ ശ്രമത്തിന്റെ പേരാ ധ്യാനം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പണ്ട് എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷെ കാര്യങ്ങൾ കുറച്ചുകൂടിയൊക്കെ പിടുത്തം കിട്ടി വരുമ്പോൾ എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഫൈൻഡ് യുവർ സ്പേസ്. ഓരോരുത്തരും അവരവരുടെ ഇടം കണ്ടെത്തി ഇങ്ങനെ അഗാധമായിട്ട് ജീവിക്കുന്ന രീതിയുടെ പേരാണ് എന്ത്? ധ്യാനം. ഈ ഹാഗാറിന്റെ കഥയൊക്കെ വായിച്ചാൽ നല്ലതാണ്. ഹാഗാർ ഇങ്ങനെ വീട് വിട്ട് ഓടിപ്പോവുകയാണ്, ഒരു സമാധാനമില്ല വീടിനകത്ത്. അങ്ങനെ ഒരു ആളിങ്ങനെ ഓടാൻ തുടങ്ങിയാണ്. നിങ്ങൾ ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര കാലം നിങ്ങൾക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കാൻ പറ്റും? നിങ്ങൾക്ക് എപ്പോഴും നിൽക്കണ്ടേ? അങ്ങനെ ഈ സ്ത്രീ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെ വെച്ച് ദേവദൂതൻ അവളെ തടഞ്ഞു നിർത്തി. 2 ചോദ്യങ്ങൾ ചോദിച്ചു. എന്താണത്? ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു? ഈ 2 ചോദ്യങ്ങളുടെ മീതെ ഇങ്ങനെ ഈ ഒഴിഞ്ഞൊഴിഞ്ഞ ഈ സ്ത്രീ പ്രകാശിതയാവുകയാണ്. എന്താ നിന്റെ പ്രഭവം? എന്താ നിന്റെ ലക്ഷ്യം? ഫൈൻഡ് യുവർ ഒറിജിൻ ആൻഡ് ഫൈൻഡ് യുവർ ഡെസ്റ്റിനി. അടുത്ത വരി എന്താണ്? അവൾ ഓടിപ്പോവുകയല്ല, പിന്നെന്താണ്? മടങ്ങിപ്പോവുകയാണ്. സ്വന്തം ഇടം കണ്ടെത്തിയവരെങ്ങോട്ടും പോകാൻ പോകുന്നില്ല. അവർക്കറിയാം എവിടെ വേണമെങ്കിലും വേരുകൾ ആഴ്ത്തി അഗാധമായി ജീവിക്കാനായിട്ട്. ഓടിപ്പോകുമ്പോൾ അവൾ അടിമ സ്ത്രീയാണ്, മടങ്ങിപ്പോകുമ്പോൾ അവൾ അവളുടെ യജമാനത്തിയാണ്. യു ആർ ഗോയിങ് ടു ബി യുവർ മിസ്ട്രസ്. നാളെയും അവളിങ്ങനെ കൂനിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും, പാത്രം മോറുന്നുണ്ടാവും, കുട്ടികളെ കുളിപ്പിക്കുന്നുണ്ടാവും, തറ വൃത്തിയാക്കുന്നുണ്ടാവും, കറിക്ക് നുറുക്കുന്നുണ്ടാവും. പക്ഷെ അവൾ ആരുടെ അടിമയല്ല, അവൾ അവളുടെ യജമാനത്തിയാണ്. അങ്ങനെ വേരുകൾ ആഴ്ത്തിയത് കൊണ്ടാണ് അവളിങ്ങനെ ഒരു വലിയൊരു വംശത്തിന്റെ അമ്മയായിട്ട് മാറുന്നത്. ഇസ്ലാമിന്റെ അമ്മയാണ്, സഹോദര സമൂഹത്തിന്റെ. ഒന്ന്, നീ എവിടെയാണ്? സ്വന്തം ഇടം കണ്ടെത്തി ഒരാൾ അഗാധമായിട്ട് ജീവിക്കുന്ന രീതിയുടെ പേരാണ് എന്ത്? ധ്യാനം. 2ാമത്തെ ബൈബിൾ ചോദ്യം എന്താണ്? വെർ ഈസ് യുവർ ബ്രദർ? നിന്റെ സഹോദരൻ എവിടെ? നിന്റെ സ്നേഹത്തിന് എന്നാ പറ്റി? ഒരു 50 വയസ്സൊക്കെ എത്തിയപ്പോഴാണ് എനിക്കത് പിടുത്തം കിട്ടിയത്. ഞാൻ ഒരാളെയും സ്നേഹിച്ചിട്ടില്ല. പൊതുവെ എന്നെക്കുറിച്ചുള്ളൊരു പരിഗണന സ്നേഹമുള്ള മനുഷ്യനെന്നായിരുന്നു. ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ 50 വയസ്സൊക്കെ എത്തിയപ്പോഴാണ് ഞാൻ ഈ വേദപുസ്തകമൊക്കെ ഒന്നുകൂടി സമാധാനത്തിൽ വായിക്കാൻ തുടങ്ങിയത്. അപ്പം എനിക്ക് മനസ്സിലായി, യേശു സ്നേഹിക്കാനല്ല പറഞ്ഞത്, പിന്നെന്താണ്? ഞാൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക. അപ്പോൾ എൻ്റെ ഓർമ്മയിലുള്ള മുഴുവൻ സ്നേഹാനുഭവങ്ങളും ഞാനിങ്ങനെ ഓർമ്മിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ഇൻസ്റ്റൻസ് പോലും ഇല്ല യേശു സ്നേഹിച്ചതുപോലെ. കിട്ടിയിട്ടുമില്ല, കൊടുത്തിട്ടുമില്ല. എന്താ യേശു സ്നേഹിച്ചതുപോലെ എന്ന് പറയുന്നത്? അൺകണ്ടീഷണൽ ലവാണ്, ഉപാധിയില്ലാത്ത സ്നേഹമാണ്. നിർഭാഗ്യവശാൽ കിട്ടുകയും കൊടുക്കുകയും ചെയ്ത മുഴുവൻ സ്നേഹത്തിനും വ്യക്തമായ ഉപാധി ഉണ്ടായിരുന്നു. വ്യക്തമായ ഉപാധി. അതിലേതെങ്കിലും ഒരു സമവാക്യം തെറ്റിക്കഴിഞ്ഞെന്നാൽ അപ്പം തീരുന്ന സ്നേഹം മാത്രമേ ഞാൻ ഇന്നോളം കണ്ടിട്ടുള്ളൂ. ഇപ്പൊ 2, എൻ്റെ സ്നേഹത്തിന് എന്നാ പറ്റി? ഞാൻ ഈ ചെറുപ്പക്കാരെയൊക്കെ ഈ വിവാഹ കോഴ്സിനൊക്കെ ഇങ്ങനെ ഒരുക്കുന്ന ചില പരിപാടിയൊക്കെ ഉള്ളപ്പോൾ ഒരു ടോക്കൊക്കെ ചിലപ്പോൾ ലഭിക്കാറുണ്ട്. ഞാൻ അവരുടെ അടുത്ത് പറയും, ഈ 800 കോടി മനുഷ്യരെയും നിങ്ങൾക്ക് ഉപാധിയില്ലാതെ സ്നേഹിക്കാനായിട്ട് പറ്റാത്തത് കൊണ്ട് ദൈവം നിങ്ങൾക്ക് തരുന്ന ഒരു ചെറിയ ചലഞ്ച് ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ പെൺകുട്ടിയെ, ഈ പുരുഷനെ എങ്കിലും നിങ്ങൾക്ക് ഉപാധിയില്ലാതെ സ്നേഹിക്കാൻ പറ്റുമോ? ജസ്റ്റ് വൺ. ഒരാളെങ്കിലും ഉപാധിയില്ലാതെ സ്നേഹിക്കണ്ടേ? പള്ളി വെച്ച് കൈക്ക് പിടിച്ച്
പുറത്തേക്ക് നിങ്ങളുടെ കൂടെ വന്ന ആ പുരുഷനെയോ സ്ത്രീയെ എങ്കിലും ഉപാധിയില്ലാതെ സ്നേഹിക്കണ്ടേ? അതിൽ പോലും ഇങ്ങനെ ചോര പൊടിഞ്ഞ് നമ്മൾ ഇരുവരും രണ്ട് വശങ്ങളിലേക്ക് നടന്നു പോകുന്നു. ഒന്ന് നീ എവിടെ, രണ്ട് നിന്റെ സ്നേഹം എവിടെ? എങ്ങനെയാ സുവിശേഷം അവസാനിക്കുന്നത്? യേശു ശിമയോനോട് ചോദിച്ചു, ശിമയോനെ നീ സ്നേഹിച്ചിട്ടുണ്ടോ? അയാൾ പറഞ്ഞു, ഉവ്വ് കർത്താവേ. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ചോദിക്കും, ശിമയോനെ നീ സ്നേഹിച്ചിട്ടുണ്ടോ? അപ്പം നേരത്തെ ഉള്ളത്ര ധൈര്യമില്ല. പിന്നെയും കുറച്ച് കഴിയുമ്പോൾ ചോദിക്കും, ശിമയോനെ നീ സ്നേഹിച്ചിട്ടുണ്ടോ? അടുത്ത വരി എന്താണ്? അയാളപ്പോൾ ദുഃഖിതനായി. ആദ്യകാല കയ്യെഴുത്ത് പ്രതികളിൽ, മാനുസ്ക്രിപ്റ്റുകളിൽ പറയുന്നത് അയാൾ അപ്പോൾ വാവിട്ട് കരഞ്ഞു. സ്വന്തം സ്നേഹത്തെ പുനഃപരിശോധിക്കാനായിട്ട് നിങ്ങൾക്കൊരു ഊഴം കിട്ടുമെങ്കിൽ വാവിട്ട് കരാതിരിക്കാൻ ധൈര്യമില്ലാത്ത എത്ര പേര് കൂട്ടത്തിലുണ്ട്? വാസ് ഇറ്റ് ലവ്? ഇപ്പൊ ഭാര്യയൊക്കെ കടന്നു പോകുമ്പോൾ എങ്ങനെയാ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തെ പിറ്റേന്നോട്ട് വായിച്ചു തുടങ്ങുന്നത്? ഇതിരി ഭക്ഷണം തണുത്തു, ഉച്ചക്കത്ത് വൈകുന്നേരം വിളമ്പി എന്നൊക്കെ എൻ്റെ പേരിൽ കലഹിച്ചുകൊണ്ടിരുന്നൊരു ഇടത്തിൽ ഇപ്പോൾ അടുക്കള നിശബ്ദമാണ്. ശരിക്കും നമ്മൾ സ്നേഹിക്കുകയായിരുന്നു? ലവ്. ഈ നുണകളുടെ അച്ഛൻ എന്നാണ് യേശു സാത്താനെ വിളിക്കുന്നത്. അവൻ നുണകളുടെ അച്ഛൻ. ഈ നുണകളുടെ അച്ഛനാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ സ്നേഹമാണ്. കുറെ കാലം പറഞ്ഞ് നമ്മൾ അതങ്ങനെ സങ്കല്പിക്കുന്നു, ഈ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ സ്നേഹമാണ്. കുട്ടിയെ തല്ലുന്നു, അപ്പൊ തോന്നി ദേഷ്യത്തിന് തല്ലിയതാ. കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി വേണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെ മടിയിലൊക്കെ ഇരുത്തിട്ട് പറഞ്ഞു, മോനെ അമ്മ / അച്ഛൻ ഇങ്ങനെ സ്നേഹം കൊണ്ടല്ലേ തല്ലിയത്. അവിടെ തൊട്ട് ആരംഭിക്കുന്ന ഈ നുണയൊക്കെ അല്ലേ? ഒന്നുകൂടി പതുക്കെ വായിച്ച്, സ്നേഹം കൊണ്ട് തല്ലി. സ്നേഹമുള്ളവരൊക്കെ നിങ്ങൾ വീട്ടിൽ ഉണ്ണാൻ വിളിച്ചിട്ട് ഇങ്ങനെ കറണ്ടൊക്കെ കളഞ്ഞിട്ട് ബന്ധുക്കളെല്ലാം കൂടി ഇടിച്ചാ വിടുന്നു. നുണകളുടെ അച്ഛനാ പറഞ്ഞു തരുന്നത് ഈ സ്നേഹമുള്ളതുകൊണ്ടാ കുഞ്ഞിനെ തല്ലിയെന്ന്. അവിടം തൊട്ട് എല്ലാം നുണേ. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന സ്ത്രീയുടെ പേരെന്താണ്? യേശുവിന്റെ സ്നേഹിതയായ മറിയാമാണ്. അവളെ കുറിച്ച് വേദപുസ്തകം എന്താ പറയുന്നത്? ഇവളിൽ നിന്നാണ് അവിടുന്ന് 7 പിശാചുക്കളെ പുറത്താക്കിയത്. എന്നുവെച്ചാ സ്നേഹിച്ചു എന്ന് സങ്കല്പത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഹൃദയമാണ് എല്ലാത്തരം ഈ പറഞ്ഞ പിശാച് ബാധയ്ക്കുമുള്ള ഹബ്ബ്. അത്രയും നുണകളാണ്. ഒന്ന്, നീ എവിടെ? 2, നിന്റെ സ്നേഹം എവിടെ? മൂന്നാമത്തെ ബൈബിൾ ചോദ്യം എന്താണ്? നിന്റെ കുരിശ് എവിടെയാണ്? വെർ ഈസ് യുവർ ക്രോസ്? പുതിയ നിയമത്തിലെ ചോദ്യമാണല്ലേ. എന്താണ് കുരിശെന്ന് കാണാനായിട്ട് ഒരു സെക്കൻഡ് ഇങ്ങോട്ട് നോക്കിയാൽ മതി. ഇതാണ് ധ്യാനത്തിന്റെ ശരീരഭാഷ. വിരിച്ചു പിടിച്ച കരം. ഇത് തന്നെയാണ് സ്നേഹത്തിന്റെ ഈ ശരീരഭാഷ. വിരിച്ചു പിടിച്ച കരം. ഫലത്തിൽ എന്നാ സംഭവിക്കുന്നു? നിങ്ങൾ ധ്യാനത്തിൽ കൈവിരിച്ച് പിടിച്ചാലും സ്നേഹത്തിൽ കൈവിരിച്ച് പിടിച്ചാലും ശരീരം തന്നെ എന്തായിട്ട് മാറുന്നു? കുരിശായിട്ട്. ദ ബോഡി ഇറ്റ്സെൽഫ് ബിക്കംസ് എ ക്രോസ്. നിങ്ങൾ പറയുന്നു മൂന്നാമത്തെ ഒത്തു വരുന്നുണ്ട്, കുറേ കുരിശുകളുണ്ട്. അതിനകത്ത് കഥയൊന്നുമില്ല. കുരിശിലേറി എല്ലാവരും ഒന്നും യേശുവായിട്ടില്ല. കുരിശിൽ നിങ്ങൾക്ക് 2 തരത്തിൽ കടന്നു പോകാം. ഒന്നെങ്കിൽ തല ചരിച്ച് കടന്നു പോവുക, അല്ലെങ്കിൽ തല നമിച്ച് കടന്നു പോവുക. ചരിച്ചാൽ എന്നാ, നമിച്ചാൽ എന്നാ, വ്യത്യാസമുണ്ട്. മിക്കവാറും മനുഷ്യര് കഴിമരത്തിൽ ഏറ്റപ്പെടുമ്പോൾ അവർ ചെയ്തുകൊണ്ടിരുന്ന ഒറ്റ കാര്യം മാത്രമാണ്, ഇങ്ങനെ കഠിന വേദനയിൽ തല അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും. എന്നിട്ട് കുറെ കഴിയുമ്പോൾ തല ഒരു വശത്തേക്ക് ഒടിഞ്ഞു വീഴും. എന്നാൽ ആരും എൻ്റെ പ്രാണനെ എന്നിൽ നിന്നെടുത്തതല്ല, ഞാനത് സ്വയമേ അർപ്പിച്ചതാണെന്നുള്ള എൻ്റെ ശരീരഭാഷയായിട്ട് അവൻ തല നമിച്ച് മരിച്ചു. ഈ ബൗഡ് സെഡ് ആൻഡ് ഡൈഡ്.
1, നീ എവിടെ? 2, നിന്റെ സ്നേഹം എവിടെ? 3, നിന്റെ കുരിശെവിടെ? ഒരു 40 വർഷം മുമ്പ് നേഴ്സിംഗ് ഒക്കെ പാസ്സായ ഒരു പെൺകുട്ടി ഇടുക്കിയിൽ നിന്ന് ഓസ്ട്രിയക്ക് പോയി. അവിടെ വിയന്നയിൽ അവൾക്കൊരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. അവൾ കുറച്ച് കൂട്ടുകാരികളൊക്കെ ഉണ്ട്. അവളെ സ്വീകരിച്ചു, മുറിയൊക്കെ കാണിച്ചു കൊടുത്തു, ഉപകരണങ്ങൾ ഉപയോഗിക്കാനായിട്ട് പറഞ്ഞു കൊടുത്തു. ഒരു കാപ്പിയൊക്കെ ഇട്ട് പിരിയുമ്പോഴേക്കും കൂട്ടത്തിൽ മുതിർന്ന ഒരു കൂട്ടുകാരി പറഞ്ഞു, എടി അടുത്ത തിങ്കളാഴ്ച തൊട്ട് ഇവിടെ ഇങ്ങനെ ഈ വിൻ്റർ ആരംഭിക്കാൻ പോവുകയാണ്, ശൈത്യം ആരംഭിക്കാൻ പോവുകയാണ്. നീ ഇത്തിരി വിൻ്റർ ക്ലോസ് വാങ്ങിക്കോളൂ. എന്നിട്ട് ഒരു കവർ കൊടുത്തു, എൻവലപ്പ് കൊടുത്തു. ഇവൾ ഈ കവർ പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് നാട്ടിലെ മൂല്യം വെച്ചുകൊണ്ട് സാമാന്യം ഭേദപ്പെട്ടൊരു തുകയാണ്. അപ്പോൾ അവൾ ഓർത്തു, ഇടുക്കിന്നല്ലേ, അവിടെയും തണുപ്പൊക്കെ ഉണ്ട്, തണുപ്പ് വരുമ്പോൾ നോക്കാം, തൽക്കാലം ഈ കാശ് വീട്ടിലോട്ട് പോട്ടെ. അങ്ങനെ പോയതിൻ്റെ അതേ ആഴ്ചയിൽ, അതേ ശനിയാഴ്ച വീട്ടിൽ കാശ് വന്നു. അപ്പൻ അടുത്ത വീട്ടിലൊക്കെ ചെന്നിട്ട് പറഞ്ഞു, ആ കൊച്ചു എങ്ങനെ ഒപ്പിച്ചെന്നറിയാൻ പാടില്ല, ചെന്ന പാട് ഇത്തിരി കാശ് അയച്ചു, നമുക്കതൊന്നും സന്തോഷിക്കണ്ടേ. എന്നിട്ട് അടുത്ത വീട്ടിലുള്ളവരെയൊക്കെ വിളിച്ചു കൂട്ടി ഒരു ഊണൊക്കെ കൊടുത്തു, ഒരു കോഴിയൊക്കെ തല്ലിക്കൊന്നു. എല്ലാവരും ഹാപ്പി ആയിട്ട് പിരിഞ്ഞു. ഈ പറഞ്ഞ നേരത്തെ കൃത്യമായിട്ട് മഞ്ഞ് തുടങ്ങി. അപ്പോഴാണ് പിടുത്തം കിട്ടുന്നത് അത് ഇടുക്കിയിലെ തണുപ്പല്ല. മാനത്തോട്ടൊക്കെ ഇങ്ങനെ വെള്ളം എറിഞ്ഞു കളഞ്ഞെന്നാൽ ഈ വെള്ളം മാനത്ത് നിൽക്കും, താഴോട്ട് വീഴത്തില്ല. ഈ തോമാസിന്റെ അത്ഭുതം കണക്ക് അത്ര തണുപ്പാണ്, ഉറഞ്ഞു പോണ തണുപ്പാണ്. ആ തണുപ്പത്ത് റൂം ഹീറ്റർ ഇല്ലാത്തൊരു മുറിക്കകത്ത് പരുത്തി വസ്ത്രങ്ങൾ ധരിച്ചൊരു പെൺകുട്ടി വീട്ടിലേക്ക് എഴുതുന്ന കത്ത് ഒന്നെങ്കിൽ ആരംഭിക്കുന്നത് അല്ലെങ്കിൽ അവസാനിക്കുന്നത് ഇങ്ങനെയായിരിക്കും, ഇവിടെ എനിക്ക് സുഖം തന്നെ. ഇവിടെ എനിക്ക് സുഖം തന്നെ. ആരും എൻ്റെ പ്രാണനെ ഇതിനെടുത്തതല്ല, ഞാനത് സ്വയമേ അർപ്പിച്ചതാണ്. നീ എവിടെ? നിന്റെ സ്നേഹം എവിടെ? നിന്റെ കുരിശെവിടെ എന്ന 3 ചോദ്യങ്ങളുടെ തൃപ്തികരമായ ഉത്തരത്തിൻ്റെ പേരാണെന്താ? യേശു. 40% മാർക്ക് കിട്ടിയാൽ മതി. 90-95 പുണ്യവാന്മാർക്കാണ്. നമുക്ക് താല്പര്യമില്ല ഈ ചൂട് കാലങ്ങളിൽ ഇങ്ങനെ സാമ്പ്രാണ്ട് പുകയൊക്കെ അടിച്ച് മരക്കൂട്ടിലൊക്കെ നിൽക്കാനായിട്ട്. പക്ഷെ തോറ്റ എന്നാ ചെയ്യും? കൃത്യമായ ചോദ്യപേപ്പർ കിട്ടിയിട്ട് കഴിഞ്ഞ 2000 വർഷമായിട്ട് തോറ്റുകൊണ്ടിരിക്കുന്ന ഭൂമിയിലെ ഏറ്റവും മോശപ്പെട്ട വിദ്യാർത്ഥിയുടെ പേരാണ് നസ്രാണി. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാലെങ്കിലും ഒന്ന് നോക്കിയൊക്കെ ജയിക്കണ്ടേ? കോപ്പി അടിക്കാനെങ്കിലും ഒരു ബുദ്ധിയൊക്കെ വേണ്ടേ? സത്യത്തിലൊന്നും കാര്യമായ മാറ്റമൊന്നുമില്ല. എന്നാലും ചിലപ്പോഴൊക്കെ തോന്നുന്നു യേശുവിനെ കണക്ക് ജീവിച്ചാൽ എന്നാ, യേശുവിനെ കണക്ക് ഇടപെട്ടാൽ എന്നാ, യേശുവിനെ കണക്ക് പുറത്താൽ എന്താ, വെറുതെ ഇമിറ്റേഷനാണ്. വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അത്രയെങ്കിലും ഈ കോപ്പി അടിക്കാനുള്ളൊരു വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ ഒരുത്തിനെ കുറിച്ച് പറഞ്ഞ കണക്കാണ്. നല്ലതുപോലെ പഠിക്കുന്ന ഒരുത്തനായിരുന്നു. അവനവൻ്റെ അവസാന പരീക്ഷയ്ക്ക് ഒരു ഷീറ്റ് പേപ്പർ വേറത്തിന് കോപ്പി അടിക്കാൻ കൊടുത്തു. മറ്റവൻ അത്രയും നന്നായിട്ട് കോപ്പി അടിച്ചത് കൊണ്ട് ഈ റോൾ നമ്പർ പോലും ഒന്നായി. 2 പേരിങ്ങനെ നടപ്പുണ്ട്. ഒരു കോപ്പി അടിക്കുള്ള ബുദ്ധി. നീ എവിടെ? നിന്റെ സ്നേഹം എവിടെ? നിന്റെ കുരിശെവിടെ? ഈ 3 ചോദ്യങ്ങളുടെ തൃപ്തികരമായ ഉത്തരത്തിന്റെ പേരാണെന്ത്? യേശു. കുറച്ചുകൂടി അഗാധമായിട്ട് ജീവിക്കുന്നു, കുറച്ചുകൂടി ഉപാധിയില്ലാതെ സ്നേഹിക്കുന്നു, അതിനുവേണ്ടി കുറച്ച് കപ്പം കൊടുക്കുന്നു. ഇത് 10-30 വർഷമായിട്ട് ഞാനിത് തന്നെയാണ് എവിടെ വിളിച്ചാലും ചെന്ന് പറയണത്. വെള്ളിപ്പുള്ളി വെച്ചാതെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ. ആദ്യമൊക്കെ ഇത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സമാധാനവും സന്തോഷവും കിട്ടുമായിരുന്നു. കാരണം യേശുവിലേക്കുള്ളൊരു താക്കോൽ കാഴ്ച കിട്ടുന്നതാണെന്ന് എനിക്ക് തോന്നി ഇതിലൂടെ. അത്തരം ദിവസങ്ങളിൽ എനിക്ക് പെട്ടെന്ന് എൻ്റെ അപ്പനെ കാണണം തോന്നി. ഈ പറഞ്ഞ 3 കാര്യങ്ങൾ അപ്പനിലുണ്ട്. ധ്യാനമുണ്ട്. വളരെ റിഫ്ലക്റ്റീവായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ആയിരുന്നു. അമ്മ അപ്പ
അവരുടെ കല്യാണത്തിൻ്റെ 50-ാം വാർഷികത്തിൽ അമ്മ പറഞ്ഞത് ഞങ്ങളാരും മറന്നിട്ടില്ല. അതെ, ഇതുവരെ നിങ്ങളുടെ അപ്പ ചോദിച്ചിട്ടില്ല, തങ്കമ്മേ ഇന്ന് കറിക്കെന്താണ്? 1/2 നൂറ്റാണ്ട് ഒരുമിച്ച് പാർത്തിട്ട് അടുപ്പിലെന്ത് വേകുന്ന ആൾ അന്വേഷിച്ചിട്ടേ ഇല്ല. വെരി ഡിറ്റാച്ച് പേഴ്സൺ. സ്നേഹമുണ്ട്. സ്കൂൾ അധ്യാപകനാണ്. നമുക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ വേറെയും ചില കുഞ്ഞുങ്ങളുണ്ടാവും. കടപ്പുറത്ത് നല്ല പട്ടിണിയുള്ള കാലമായിരുന്നു. നമുക്കുമൊക്കെ ബുദ്ധിമുട്ടാണ്. എന്നിട്ടും നമ്മുടെ ഈ ബുദ്ധിമുട്ടിലേക്കും നമ്മുടെ ഈ ഒറ്റമീൻ കറിലേക്കും ചോറിലേക്കും വേറെ ചില കുഞ്ഞുങ്ങൾ കൂടി വരുന്നു. തൻ്റെ 5 മക്കൾ മാത്രമേ ഈ ഭൂമിക്ക് മീതിയുള്ളെന്നുള്ള തെറ്റിദ്ധാരണയൊന്നും ഒരു സ്കൂൾ അധ്യാപകനില്ല. പിന്നെ സഹിച്ചതിനൊരു കണക്കില്ല. സാമാന്യം സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടായിരുന്നൊരു വല്യപ്പച്ചൻ എന്തോ ചില വാശിയുടെ പുറത്ത് അവർ പാർത്തിരുന്ന ഒരു ദേശത്തുനിന്ന് ഇപ്പം നമ്മൾ പാർക്കുന്ന കടപ്പുറത്തേക്ക് വരുമ്പോൾ വല്യപ്പച്ചൻ്റെ കൈവശം ഉണ്ടായിരുന്നത് 3 കുഞ്ഞുങ്ങളും 2 വെള്ളിനാണയോ. അവർ നിന്ന പട്ടിണിക്കൊരു കണക്കൊന്നുമില്ല. പിന്നെ അപ്പയ്ക്ക് ഈ ഡിപ്രഷൻ്റെ ഒക്കെ ഇഷ്യൂ ഉണ്ടായിരുന്നു. നേട്ടി പഠിക്കുമ്പോൾ ഒരു വർഷം അപ്പ പഠിപ്പിക്കാനൊന്നും പോയിട്ടില്ല. ഇങ്ങനെ കണ്ണുപൂട്ടി ഇങ്ങനെ മുറിയൊക്കെ പൂട്ടി ഒറ്റ ഇരിപ്പായിരുന്നു. നമ്മയൊക്കെ വളരെ ചെറുപ്പമാണ്. അമ്മയ്ക്ക് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. ധ്യാനമുണ്ട്, സ്നേഹമുണ്ട്, സഹനമുണ്ട്. പെട്ടെന്ന് എനിക്ക് തോന്നി എനിക്ക് പരിചയമുള്ള എൻ്റെ ആദ്യത്തെ ക്രിസ്തു എൻ്റെ അപ്പ തന്നെയാണ്. കാര്യമായി നമുക്കിടയിൽ ഒരു പരിചയമൊക്കെ രൂപപ്പെടുന്നതിനേക്കാൾ മുമ്പേ ഞാൻ എന്തിനാണ് ഈ വീട്ടുവിശേഷങ്ങൾ നിങ്ങളോട് വിളമ്പുന്നത്? എൻ്റെ അപ്പനെ പരിചയപ്പെടുത്താനല്ല, ഇവിടെ ഇരിക്കണ ഈ 100 പേരുടെ അപ്പന്മാരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. ഇതിനകത്തുനിന്ന് ആരെങ്കിലും ഒരാൾ എണീറ്റിട്ട് പറയുകയാണ് ഇതെൻ്റെ അപ്പൻ്റെ കഥയിലെന്ന് പറയുന്ന അന്ന് ഞാൻ ഈ പണി നിർത്തും. പിന്നെ നമ്മ ഈ പണിക്ക് പോകത്തില്ല. ഇപ്പം നിങ്ങളൊരാൾ ആലോചിക്കുന്നുണ്ട്, അപ്പം കുടിക്കുമായിരുന്നു, അപ്പൻ ഇങ്ങനെ വീട്ടിൽ ദേഷ്യപ്പെടുമായിരുന്നു. ഓ ചേട്ടാ, സീരിയസ് ആയൊരു കാര്യം പറയുന്നതിനിടയിൽ കുടിക്കുമായിരുന്നു, ദേഷ്യപ്പെടുമായിരുന്നു. ഈ 100 പേരുടെയും കഥയായത്. എന്ത് ഇത്രയും ധൈര്യം പറയാനായിട്ട്? നിങ്ങൾ ഈ ധ്യാനത്തിനിരിക്കുന്നത് തന്നെയാണ്. എന്ത് നിങ്ങളിങ്ങനെ ചില കാര്യങ്ങൾക്കൊക്കെ പോകുന്നത്? നിങ്ങളുടെ അപ്പൻ്റെ എക്സ്റ്റൻഷനാണ് ഇതൊക്കെ. എന്നുവെച്ചാൽ ഇത്തരം ആഭിമുഖ്യങ്ങളും ഇത്തരം ചില സാമൂഹ്യ ശീലങ്ങളും ഒക്കെ നിങ്ങളിൽ രൂപപ്പെട്ടത് അപ്പനിൽ നിന്നാണ്. എന്നുവെച്ചാൽ അമ്മ മണ്ണും അപ്പം വിത്തുമായിരുന്നു. ജീവിതാഭിമുഖ്യങ്ങളെ ഏറ്റവും കൂടുതൽ രൂപപ്പെടുത്തുന്ന അപ്പനാണ്. അപ്പം അതിനപ്പം കാര്യമായിട്ട് മിണ്ടിയൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഒന്നുമല്ല. അതിൻ്റെ എക്സ്റ്റൻഷനാണ് നിങ്ങൾ. പള്ളിയിൽ പോകുന്നത് പോലെ അപ്പനെ കൊണ്ടാണ്. കാരണം പള്ളിയിൽ പോകുക എന്ന് പറയുന്നത് ഒരു ആത്മീയ ആവശ്യം മാത്രമല്ല, ഒരു സാമൂഹ്യ ബോധം കൊണ്ടാണ്. ആ സാമൂഹ്യ ബോധത്തെ രൂപപ്പെടുത്തിയ ആളുടെ പേരാ അപ്പൻ. എന്നുവെച്ചാൽ നിങ്ങളുടെ കുട്ടിയെ വേറൊരു കുട്ടി ക്ലാസ്സിൽ വെച്ചൊരു പിച്ച് മുഖത്താ പാട് കിടപ്പുണ്ട്. നിങ്ങൾ പറയും നാളെ തന്നെ പോയി അവൻ്റെ ടീച്ചറിനോട് ചോദിക്കണം, പിള്ളേരല്ലേ എന്ന് പറയുന്നതിൻ്റെ പേരാ സാമൂഹ്യ ബോധം. അപ്പനാണ്, അമ്മയല്ല. അപ്പം ആ ധൈര്യത്തിൽ ഞാൻ പറയുന്നത് ഇതിവിടെ ഇരിക്കുന്ന 100 പേരുടെയും കഥയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലാണ്. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലാണ്. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് എമിഡ്സ്റ്റ് us. പറഞ്ഞു തുടങ്ങി എന്താണ്? ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളംകൈയിലാണ്. ഈ ഉള്ളംകൈയിലെ ദൈവരാജ്യത്തെ പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇടയിലുള്ള ദൈവരാജ്യത്തെ കണ്ട് കണ്ണു നിറഞ്ഞ് നിൽക്കാനേ പറ്റത്തുള്ളൂ. ഞാൻ ആവർത്തിക്കുകയാണ്, ഉള്ളംകൈയിൽ ദൈവരാജ്യത്തെ പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇടയിലുള്ള ദൈവരാജ്യത്തെ കണ്ട് ഇങ്ങനെ കണ്ണു നിറഞ്ഞ് നിൽക്കാനേ പറ്റത്തുള്ളൂ. ആമേൻ. കണ്ട ഇന്നത്തെ വിചാരങ്ങൾ ഇത്രയേ ഉള്ളൂ. നീ എന്നെ അറിയുമോ? ഒരാളെ അറിയാനായിട്ട് 3 കാര്യങ്ങളുണ്ട്. 1 ഒരേപോലെ പരുക്ക്, 2 ഒരേ ഭാഷ, 3 ഒരേ അവബോധം. അതിൽ ഒരേ അവബോധമാണ് നമ്മൾ ഒത്തിരി ഒന്ന് ഡെവലപ്പ് ചെയ്തത്. ക്രിസ്തു ബോധം, ക്രൈസ്റ്റ് കോൺഷ്യസ്നസ്. ടെക്സ്റ്റ് കൊളോസ്യൻസ് 1:26-27. യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വയ്ക്കപ്പെട്ട രഹസ്യം അവസാന കാലങ്ങളിൽ ഈ 100 വിശുദ്ധർക്ക് അവിടെ നിന്ന് വെളിപ്പെടുത്തി കൊടുത്തു. മഹത്വത്തിൻ്റെ ആദ്യ കാരണമായ യേശു നിന്റെ ഉള്ളിലുണ്ട്.
എന്താ യേശു എന്നുള്ളത്? ധ്യാനം പ്ലസ് സ്നേഹം പ്ലസ് സഹനം സമം യേശു. ഒരാളുടെ 3 അടരുകൾക്ക് കിട്ടുന്ന പ്രകാശത്തിൻ്റെ പേരാണെന്ത്? യേശു. ലുമിനസ് കോൺഷ്യസ്നസ്. ആമേൻ. നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് പിരിയാം. നേരെ ഇരുന്ന് ഒരു കുടുംബം എന്ന നിലയിലാണ് നിങ്ങളിത് കേൾക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ലാർജർ കുടുംബത്തിൻ്റെ പേരായി ഇടവ എന്നൊക്കെ പറയുന്നേ. അങ്ങനെയെങ്കിൽ ആ ഒരു സന്തോഷത്തിലും സ്നേഹത്തിലും വെറുതെ അടുത്തിരിക്കുന്ന നല്ല കൈ എന്ന് പലർക്കും ചേർത്ത് പിടിക്കാം. തൊട്ടടുത്തിരിക്കുന്നതിൻ്റെ കൈ എന്ന് പലർക്കും ചേർത്ത് പിടിക്കാം. ഒരു സെക്കൻഡ് വെറുതെ ഒന്ന് കൈകോർത്ത് വിത്ത് ഓൾ റെസ്പെക്ട് വെറുതെ ഒന്ന് കണ്ണുപൂട്ടി നമ്മൾ ഒന്ന് ഹൃദയങ്ങളെയൊക്കെ ഒന്ന് ഏകാഗ്രമാക്കി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കൈകോർത്ത് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളുടെ മനസ്സിൻ്റെ അണിയത്ത് മയങ്ങുന്ന ചൈതന്യമേ, ധ്യാനമായി സ്നേഹമായി സഹനസ്നാനമായി ഉണർണമേ, ഞങ്ങളെ കീഴ്പ്പെടുത്തണമേ. ധ്യാനമായി സ്നേഹമായി സഹനസ്നാനമായി ഉണർണമേ, ഞങ്ങളെ കീഴ്പ്പെടുത്തണമേ. ആമേൻ. നമുക്ക് പതിപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം പറഞ്ഞതിനേക്കാൾ കൂടുതൽ ആഴത്തിലും സ്നേഹത്തിലും അർത്ഥത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്കൊരു ഈശംശേഖസ്തുതി പറയാം. കണ്ണീർ നോക്കിയിട്ട് ഈശംശേഖസ്തുതി പറയാം.